I think this chapter is over because he has resigned from the Youth Congress. And I will say one thing, which is very, very clearly I want to say. So far to the party, no complaint has come from any person, any woman, or any family against Rahul. From the party, we didn't receive any complaint. ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. ബാക്കി പാർട്ടി അത് പരിശോധിക്കും. ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനൊരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ രാജ്യസന്നദ്ധത സ്വമേധയാ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വം മറ്റു പാർട്ടികൾ നടത്തുന്ന അതേ ശൈലി എല്ലാ കാര്യത്തിലും തുടരേണ്ട കാര്യമില്ല, ആ തീരുമാനത്തെ ശരിവെക്കുകയും അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഒഴിയുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുട്ടിൽ ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നില്ല. അദ്ദേഹത്തിൻ്റെ തീരുമാനം പാർട്ടി അറിയിച്ചു, പാർട്ടി അത് അംഗീകരിക്കുന്നു, ആ തീരുമാനം ഒഴിയുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ വന്ന ആരോപണങ്ങളുടെ പരിസരത്തിൽ ആരോപണങ്ങൾ ഉയർന്നതിൻ്റെ സാഹചര്യത്തിൽ അയാളെ എല്ലാവരും കൂടെ വളഞ്ഞു കൂടിയിട്ട് നിലവിലുള്ള യൂത്ത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്തെ സ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ പാർട്ടിക്ക് പെട്ടെന്ന് തീരുമാനം പറയാൻ പറ്റുന്നത്. നമസ്കാരം. യൂത്ത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇത്ര നാണം കെട്ട ഒരു പടിയിറക്കം ഒരു അധ്യക്ഷനും ഉണ്ടായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷസ്ഥാനം രാജിവെച്ചിട്ടും അവസാനിക്കുന്നില്ല പ്രശ്നങ്ങൾ. MLA സ്ഥാനത്ത് തുടരാൻ ഇനി രാഹുലിന് സാധിക്കുമോ? ഇക്കാര്യത്തിൽ ദീപാദാസ് മുൻഷിയും VD സതീശനും രണ്ട് തട്ടിൽ നിൽക്കുമ്പോൾ രാഹുലിൻ്റെ രാഷ്ട്രീയ ഗുരു ഷാഫി പറമ്പിൽ രാഹുലിനെ ചേർത്ത് പിടിക്കുകയാണ്. ബീഹാറിൽ നിന്ന് വടകരയിൽ പൊങ്ങിയ ഷാഫിക്ക് പക്ഷേ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല. തന്നോട് പരാതി പറഞ്ഞെന്ന് ഇതിനകം മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ഷാഫി നിഷേധിച്ചു. ഒരു വേട്ടക്കാരൻ്റെ കൗശലത്തോടെ രാഹുൽ നടത്തിയ ആറാട്ടിന് അപ്പോൾ ഇയാളുടെയൊക്കെ പിന്തുണ ഉണ്ടായിരുന്നോ എന്നാണ് പലരും ചോദിക്കുന്നത്. സൂര്യ നമ്പൂതിരിപ്പാടിനെ പോലും അനുസ്മരിപ്പിക്കുന്ന ചാറ്റുകളിലെ കൊച്ചു വർത്തമാനങ്ങൾ ഒരു യുവ നേതാവും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് ലോകം മുഴുവൻ പറഞ്ഞിട്ടും കൂടെ നടന്ന ഷാഫിക്ക് കണ്ട ഭാവമില്ല. ഒരു ജനപ്രതിനിധി പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞും ചെയ്തും തീർത്ത അയാളെ ഇനിയും MLA ആയി വാഴിക്കാൻ എന്ത് ന്യായീകരണമാണ് കോൺഗ്രസിനുള്ളത്? കേട്ടുകേൾവിയല്ല, നേരിട്ട് കേരളം കേട്ടറിഞ്ഞ കഥകളാണ് ഇപ്പോൾ മുഴുവൻ ഉള്ളത്. തന്നെ വിശ്വസിച്ച പെൺകുട്ടിയോട് ഗർഭഛിദ്രം നടത്താൻ എത്ര ലാഘവത്തോടെയാണ് അയാൾ കൽപ്പിക്കുന്നത്. എന്നിട്ട് അയാൾ നൽകുന്ന ന്യായീകരണം എന്ത്? താൻ നിയമലംഘനം നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. BNSലെ പല വകുപ്പുകളും അനുസരിച്ച് ഇപ്പോഴും കുറ്റകൃത്യം നടത്തി നിൽക്കുന്ന MLA ആണ് അയാൾ. ആർക്കൊപ്പമാണ് കോൺഗ്രസ്? എന്ത് ചെയ്തു കോൺഗ്രസ്? അശ്ലീല സന്ദേശ വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാകാതെ രാജിവെക്കേണ്ടി വന്ന രാഹുലിന് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാരുടെ MLA ആയി തുടരാൻ എന്താണ് യോഗ്യത? കോൺഗ്രസ് ഈ വിഷയത്തിൽ പല തട്ടിലാകുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത് കോഴിപ്പോരിൽ രാജിയില്ലാത്ത സാഹചര്യം കോൺഗ്രസ് അതിജീവിക്കുമോ എന്നാണ്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് ഡോക്ടർ P. സരിൻ, കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് N. ലാൽകുമാർ, ഒപ്പം എഴുത്തുകാരി ഹണി ഭാസ്കരൻ എന്നിവർ. ഏറ്റവും ആദ്യം ഹണി ഭാസ്കരനിലേക്ക് തന്നെ പോന്നു. ഹണി ഭാസ്കരൻ, നോക്കൂ, താങ്കൾ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞ കാര്യമാണ് യൂത്ത് കോൺഗ്രസിനകത്തുള്ള പെൺകുട്ടികൾ, യുവതികൾ ആയിട്ടുള്ളവർ പല പരാതികൾ പറഞ്ഞത്, പലരെക്കുറിച്ച് ഉള്ള പരാതികൾ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പ്രജിത് രവീന്ദ്രനെക്കുറിച്ച്, ശോഭ സുബിനെക്കുറിച്ച്, ഈ രാഹുൽ മാങ്കൂട്ടത്തലിനെ കുറിച്ചൊക്കെ പലരും പറഞ്ഞ പരാതികളൊക്കെ, MA ഷഹനാസ് ഉൾപ്പെടെയുള്ളവരുടെ പരാതികൾ, ഇതൊക്കെ ഷാഫിയോട് പറഞ്ഞതാണ് എന്ന് പലരും വ്യക്തമാക്കിയതാണ്. താങ്കളത് വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ഇതൊക്കെ ഇന്ന് നിഷേധിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ എന്ന് മാത്രമല്ല, സാങ്കേതികത്വം പറഞ്ഞ് രാഹുലിനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ യൂത്ത് കോൺഗ്രസിൽ ഒക്കെ ഈ രീതിയിൽ ഇപ്പോഴും കാര്യങ്ങൾ തുടരുന്നതിനെ
എങ്ങനെ കാണുന്നു താങ്കൾ? ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ ഷാഫിയുടെ ഇന്നത്തെ പത്രസമ്മേളനത്തിലെ റെസ്പോൺസ് ഞാൻ കാണുകയായിരുന്നു. അയാൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ അയാൾ ആ വിഷയങ്ങളിൽ മറുപടി പറയേണ്ട ധാർമ്മികമായിട്ടുള്ള ഒരു ബാധ്യത ഷാഫിക്കുണ്ട് എന്നുള്ളതാണ്. ഷാഫി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഹണി ഭാസ്കറിന് എനിക്ക് പരാതി തന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാനൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയല്ല. യൂത്ത് കോൺഗ്രസിന്റെ ഉള്ളിൽ നടക്കുന്ന സ്ത്രീ വിഷയങ്ങളെ കുറിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാരിയായിട്ടുള്ള ഹണി ഭാസ്കറിന് പോയിട്ട് ഷാഫിക്ക് പരാതി കൊടുക്കാൻ പറ്റുകയില്ല. തുടക്കം മുതൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. മാധ്യമങ്ങളോടായാലും എന്റെ പോസ്റ്റിലായാലും വളരെ കൃത്യതയോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല്, എന്റെ വിഷയത്തില് രാഹുൽ മാങ്കൂട്ടം എന്റെ അടുത്ത് ചാറ്റ് ചെയ്തതിനെ അയാളുടെ പെർവേർട്ട് കൂട്ടങ്ങൾക്കിടയിലിരുന്ന് അയാൾ അതിനെ ചിത്രീകരിച്ച രീതിയെക്കുറിച്ചാണ് എന്റെ ആരോപണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, യൂത്ത് കോൺഗ്രസിലെ സ്ത്രീകള് ഷാഫിയോട് പറഞ്ഞിട്ടുള്ള പരാതികളെ കുറിച്ചാണ്. ഇന്ന് ഞാൻ പേരടക്കം പറഞ്ഞിട്ടുണ്ട്. MA ഷഹനാസ് ഷാഫിക്ക് കൊടുത്ത ഒരു പരാതിയുണ്ട്. രജിത്ത് രവീന്ദ്രൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകനെതിരെ ആ സ്ത്രീ കൊടുത്തിരിക്കുന്ന പരാതിയാണ്. ഷാഫി അതിനെതിരെ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത്? ശോഭ സുബിൻ എന്ന് പറയുന്ന പ്രവർത്തകനെതിരെ, എനിക്ക് ആ സ്ത്രീയുടെ പേരറിയാഞ്ഞിട്ടല്ല, അത് പറയുന്നത് ഒരു ശരികേടുള്ളത് കൊണ്ട് മാത്രമാണ്, അവരുടെ അനുവാദം ഇല്ലാതെ ആ പേര് പറയുന്നതിൽ ശരികേട് അതിനെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് അത് ഞാൻ പറയാത്തത്. അവരൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷാഫി എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഈ സ്ത്രീകളെ, ഈ പരാതിപ്പെട്ട സ്ത്രീകളെ, അത് കൂടാതെയാണ് ഞാൻ മറ്റൊരു വിഷയം എഴുതിയിട്ടുള്ളത്. ഡൽഹി കർഷക സമരത്തിന്റെ സമയത്ത് എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിനോട് ഈ രാഹുൽ മാങ്കൂട്ടം ചാറ്റുകയും അതിൽ പറയുന്ന കാര്യം നമുക്കും ഡൽഹിക്ക് പോകണം എന്ന് പറയുന്നുണ്ട്. ആ സ്ത്രീ വിചാരിക്കുന്നത് സമരത്തെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് ടീമിന്റെ കൂടെ ഡൽഹിക്ക് പോകുന്ന കാര്യമാണെന്നാണ്. ശരി, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്ന മറുപടി അങ്ങനെയല്ല, നമുക്ക് മാത്രമായിട്ട് ഒരു യാത്ര പോകണം എന്നുള്ളതാണ്. ആ സ്ത്രീ ഇവനെ ആ സമയത്ത് ചാറ്റിൽ നിന്ന് ആട്ടിവിടുന്നുണ്ട്. ഈ കാര്യം വളരെ കൃത്യമായിട്ട് പോയിട്ട് ഷാഫിയോട് പറയുന്നുണ്ട്. അവിടെ കൃത്യതയോടെ പറയുന്ന മറ്റൊരു കാര്യം, ഇയാൾക്ക് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ട്, ഇയാളെ ഈ പറയുന്ന നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ നിന്ന് ഷാഫി പറമ്പിൽ മാറി നിൽക്കണം. ഒരുപാട് സ്ത്രീകൾ ഇടപെടുന്ന ഇടമാണ് യൂത്ത് കോൺഗ്രസ് എന്നും അവർ വളരെ കൃത്യമായിട്ട് പറയുന്നത്. ഈ പരാതി പറഞ്ഞ സ്ത്രീകളെയൊക്കെ അവര് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന് വളരെ കൃത്യമായിട്ട് തള്ളി താഴെയിടുകയും രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ആളുകളെ മുൻപോട്ട് വളരാൻ വളക്കൂറുള്ള മണ്ണ് ഇട്ടുകൊടുത്തത് ഷാഫി പറമ്പിലാണ്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിന് ഈ പത്രസമ്മേളനത്തിൽ വന്നിരുന്നിട്ട് ഈ രാഹുൽ പറഞ്ഞതുപോലെ ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന അതേ ആറ്റിറ്റ്യൂഡും ചേഷ്ടകളോടുകൂടെയും ഈ ആരോപണങ്ങളെ തള്ളിക്കളയുക അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ ചെയ്യാനുള്ള അങ്ങനെ ഒഴിഞ്ഞു മാറാൻ അയാൾക്ക് പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം അയാള് MLA സ്ഥാനം രാജിവെക്കണമെന്ന് കൃത്യമായിട്ടും അയാളെ രാജിവെക്കേണ്ട കേസാണിത്. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് പല സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമീപിക്കുന്ന ആളുകളായിരിക്കും. രാഷ്ട്രീയപരമായിട്ട് ഉന്നതമായിട്ടുള്ള പദവിയിലിരിക്കുന്ന ആളുകൾ ഏറ്റവും എളുപ്പത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ട് അത് മാറുകയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ, ഇത്രയും സ്ത്രീകൾ വന്നിട്ട് ആരോപണം ഉന്നയിച്ചിട്ടും ഇത്രയും സ്ത്രീകളുടെ വോയിസ് നോട്ടും അല്ലാണ്ടും ഒക്കെ കേട്ടിട്ടും ഷാഫിയെ പോലെ ഒരാൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് എങ്ങനെയാണ് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തെ പോലത്തെ ഒരു മനുഷ്യനെ വീണ്ടും ചേർത്ത് പിടിക്കാൻ പറ്റുന്നത്? ഇവർക്ക് എങ്ങനെയാണ് മുഖ്യധാരയിൽ ഇരുന്നിട്ട് രാഷ്ട്രീയം സംസാരിക്കാൻ പറ്റുന്നത്? യെസ്, ഷാഫി ഈ കാര്യങ്ങൾക്കൊക്കെ മറുപടി ഇന്ന് പറയേണ്ടതാണ്. അതിൽ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇങ്ങനൊരു പരാതി കിട്ടിയിട്ടില്ല എന്ന് അടച്ച് പറയുകയും ചെയ്തു. ഇതിന് ശേഷമാണ് മറ്റ് പ്രതികരണങ്ങളൊക്കെ വന്നത്. രാഹുൽ ഇന്ന് മാധ്യമങ്ങളെ കാണാൻ ഇരുന്നത്, അത് പിന്നീട് റദ്ദാക്കിയത്, ഇന്ന് രാജിവെക്കും എന്നൊക്കെയുള്ള പല ശ്രുതികൾ ഉണ്ടായിരുന്നു. രാവിലെ പ്രതിപക്ഷ നേതാവ് തന്നെ ആ രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനു മുമ്പ് AICCയുടെ വക്താവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളത് പറയുകയും ചെയ്തതാണ്. എന്താണപ്പോൾ സംഭവിക്കുന്നത് എന്ന് തന്നെയാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നോക്കൂ, ഹണി ഭാസ്കർ ഇവിടെ ഇപ്പോഴും ഒരു MLA ആയി തന്നെ തുടരുന്നു. ഇന്ന് വരെ കേരളം
കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു MLA സ്ത്രീകളോട് ഇത്രയധികം മോശമായി പെരുമാറിയിട്ട് മറ്റൊരു സ്ത്രീയെ ഗർഭഛിദ്രത്തിന് ഭീഷണിപ്പെടുത്തിയിട്ട് കൊല്ലും എന്ന് ഇന്ന് അയാളുടെ ഭീഷണി സ്വരം കേരളം മുഴുവൻ കേട്ടിട്ട് ഒരു കോൺഗ്രസ് നേതാവിനും ഒരു പ്രതികരണമില്ല. ഇപ്പോഴും അയാൾ ഈ കേരളത്തിലെ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ MLA ആണ്. ഷാഫിയുടെ തോളിൽ കൈയിട്ട് MLA ആയ ആളാണ്. ഹണി ഭാസ്കർ. ഹലോ, പറഞ്ഞോളൂ ഹണി ഭാസ്കർ. ഇതാണ് ഇപ്പോഴും നടക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഈ ഷാഫിക്ക് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ, സ്ത്രീ വിഷയങ്ങളുമായിട്ടുള്ള പല കാര്യങ്ങളും ഷാഫിക്ക് അറിയാം. ഷാഫി വളരെ സമർത്ഥമായിട്ട് രാഹുലിനെ പൊതിഞ്ഞു പിടിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാൾ കാണിക്കുന്ന വേറെ ഒരു അശ്ലീലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുലിന്റെ ആവശ്യവും ഇത് തന്നെയാണ്. പരാതിപ്പെടൂ, അല്ലെങ്കിൽ നിങ്ങൾ മുഖം മറച്ചുകൊണ്ട് എല്ലാം സംസാരിക്കേണ്ടത്, പുറത്തേക്ക് വന്ന് സംസാരിക്കൂ എന്നുള്ള രീതിയിലാണ് ഈ പരാതിപ്പെടുന്ന സ്ത്രീകളോടൊക്കെ പറയുന്നത്. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം 2-3 ദിവസങ്ങളിലായിട്ട് നിങ്ങൾ എന്റെ പ്രൊഫൈലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കൂ. ജീവിതത്തിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള സൈബർ അറ്റാക്കാണ് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുസ്ലിം ലീഗിന്റെ ഒരു പ്രൊഫൈലിൽ നിന്നൊക്കെ വന്നിട്ടുള്ള അശ്ലീലങ്ങൾ വായിച്ച് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത്, ഈ ഇരകളോട് നിങ്ങൾ മുൻപോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ഈ മുൻപോട്ട് വന്നു കഴിയുമ്പം ഈ പ്രബുദ്ധ കേരളം എങ്ങനെയാണ് ഇവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ 2-3 ദിവസം സോഷ്യൽ മീഡിയ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചുറ്റുമുള്ള മുഴുവൻ പ്രിയപ്പെട്ട മനുഷ്യരുടെയും ചിത്രങ്ങൾ എടുത്ത് അങ്ങേ അറ്റത്തെ അശ്ലീലം പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൈബർ സെല്ലിന് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു. ഇവരെല്ലാം വളരെ ക്രിയാത്മകമായിട്ട് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ കാര്യങ്ങളിലൊക്കെ നടപടി എടുത്തിട്ടും അതിനുശേഷം ഇന്ന് മുസ്ലിം ലീഗിന്റെയൊക്കെ പേജിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അപ്പം ഇയാൾ എന്താണ്, ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടും ഒക്കെ എന്താണ് വീണ്ടും ഉദ്ദേശിക്കുന്നത്? ഈ സ്ത്രീകള് വീണ്ടും അവരെ ഫോഴ്സ് ചെയ്യാണ്. നിങ്ങൾ മുമ്പോട്ട് വരൂ, പരാതിപ്പെടൂ. പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം എന്റെ കേസിൽ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ആരാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഈ വർത്തമാനങ്ങൾ എനിക്ക് കൺവേ ചെയ്തെന്ന് പറയാൻ എനിക്കുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകൾക്കെല്ലാം അപ്പുറത്ത് എന്നെ സുഹൃത്തുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് അവര് അതിനൊക്കെ അപ്പുറം നിന്നിട്ട് എന്നോട് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അപ്പൊ എന്റെ കൺസേൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരൊരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. ഞാൻ ഈ അവരുടെ പേര്, ആ സ്ത്രീയുടെ പേര്, എന്റെ സുഹൃത്തിന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഭാവി, കാരണം മുൻപ് പരാതി ഉന്നയിച്ചവരെയൊക്കെ ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടും ഒക്കെ കൃത്യമായിട്ട് തള്ളി താഴെയിട്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ശോഭാ സുബിനൊക്കെ പരാതി കൊടുത്ത് ആ സ്ത്രീ യൂത്ത് കോൺഗ്രസും വിട്ട് ആ നാടേ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള പല തടസ്സങ്ങള് പല സ്ത്രീകളും അനുഭവിക്കുന്നുണ്ടാവും. അവരെയൊക്കെ നിർബന്ധിക്കുക, വീണ്ടും മുന്നോട്ട് വരൂ, പരാതിപ്പെടൂ. അവരവരുടെ ട്രോമയിൽ നിന്ന് കരകയറുന്ന സമയത്ത് അവർ ചിലപ്പോൾ മുഖം കാണിച്ചിട്ട് വിളിച്ചിട്ട് വരും, അല്ലെങ്കിൽ പരാതിയുമായിട്ട് മുൻപോട്ട് വരും. അവരുടെ വോയിസ് നോട്ടൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടതല്ലേ. എന്നിട്ടും എന്തൊരു അശ്ലീലമാണ് ഷാഫി പറമ്പിൽ വീണ്ടും മീഡിയക്ക് മുന്നിൽ വന്നു നിന്ന് പടച്ചുവിടുന്നത്. അയാള് MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഈ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള ഷാഫി പറമ്പിൽ കൃത്യമായും കാണിക്കേണ്ടതല്ലേ? ഈ ജനത്തിന് മുൻപിൽ വന്നു നിന്നിട്ട് ഇത്തരം വൃത്തികെട്ട ചേഷ്ടകളോട് കൂടിയിട്ട് ഹൂ കെയേഴ്സ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് അയാൾക്ക് എങ്ങനെയാണ് വോട്ട് ചെയ്ത ജനത്തെ നോക്കിയിട്ട് ഇങ്ങനത്തെ ഒരു ഇലിജിയസിന് തിരിക്കാൻ സാധിക്കുന്നത്? വരാം ഹണി ഭാസ്കരൻ, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ പി സരിൻ, അത്രയും പോലുമല്ല, അതിനേക്കാൾ ഗൗരവമായ നടപടി എടുക്കേണ്ട ഒരു ഘട്ടമാണിത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയാണ് പലരും അന്വേഷിക്കുന്നത്. പക്ഷെ നോക്കൂ, അയാളെ വളർത്തി, അയാളെ ഈ രീതിയിൽ പ്രതിഷ്ഠിച്ച്, അയാൾക്ക് ബലം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഷാഫി പറമ്പിലിനെ പോലുള്ളവർക്ക് കിട്ടിയ പരാതികൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ ഇവിടെ അന്വേഷിക്കുന്നത്. ഹണി ഭാസ്കരൻ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയത് 3 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെ സ്ത്രീകൾ നൽകിയിട്ടുള്ള പരാതി, ഷാഫി പറമ്പിലിനോട് പറഞ്ഞിട്ടുള്ള പരാതി, അതിൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ രാഹുലിന് ഈ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കാൻ ഇത്രയും ധൈര്യത്തോടു കൂടി ഇന്നും അയാൾക്ക് അടൂരിൽ വീട്ടിൽ കുത്തിയിരിക്കാൻ
ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ഇതിനാരൊക്കെ ഉത്തരം പറയണം? ഡോക്ടർ സരീൻ. ലാൽ, നമസ്കാരം. ഇവിടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 ദിവസങ്ങളായി കേൾക്കുന്നതിലെ കേന്ദ്ര ബിന്ദുവായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം പ്രതിഷ്ഠിക്കപ്പെടുകയും ആ പഴുതിലൂടെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഇത്തരം കീഴ്വഴക്കങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തവരും അതിന് കൂട്ടുനിന്നവരും ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ അത്തരം ക്രൈമുകളെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്തവരുമായിട്ടുള്ള ആളുകൾ രക്ഷപ്പെട്ടു പോവുകയും പിടിക്കപ്പെട്ട ആ ഒരാളുടെ കുറ്റകൃത്യത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് അയാൾക്കെതിരെ നടപടിയെടുത്ത് വീരപരിവേഷം നേടിയെടുത്തുകൊണ്ട് പാർട്ടിയെ ശുദ്ധീകലശം നടത്തി എന്നുള്ളതിൻ്റെ സാധ്യതകളിലേക്കൊക്കെ സ്വയം പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്ന നാടകങ്ങളാണ് കോൺഗ്രസിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സിന് കൃത്യമായ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഈ വിഷയത്തിൻ്റെ മെറിറ്റിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല. നോക്കൂ, കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ അപമര്യാദയായി പെരുമാറിയതിൻ്റെ ദുസ്സൂചനകൾ ലഭിച്ചപ്പോൾ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് തിരുത്താൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ ലഘുവായ ന്യായീകരണം നമ്മൾ വേണമെങ്കിൽ മുഖവിലേക്കെടുക്കാം. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെതായ രതിവൈകൃതങ്ങളുടേതായ കഥകൾ പലപ്പോഴായി ഇവരുടെയൊക്കെ ചെവികളിൽ എത്തിയിട്ടും നേരിട്ട് വന്ന് പറഞ്ഞിട്ടും ഇവർ മൗനം നടിച്ചത് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ മാറുന്ന രാഷ്ട്രീയ സംസ്കാരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഫാൻഫെയറിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പാർട്ടിയെ റീബിൽഡ് ചെയ്തെടുക്കാനുള്ള സ്ട്രാറ്റജിയിലേക്ക് ഈ യുവാക്കളെയൊക്കെ പ്രതിഷ്ഠിച്ച് അവരിലൂടെ പുതിയ ഒരു രാഷ്ട്രീയ സംസ്കാരം, ആ രാഷ്ട്രീയ സംസ്കാരത്തിൽ സാധാരണ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയല്ല, കോൺഗ്രസ് പ്രവർത്തകരോട് തന്നെയുള്ള ആത്മാർത്ഥതയല്ല, സ്ത്രീകളോട് ഉള്ള മാന്യതയും മര്യാദയുമല്ല, പകരം അവനവനെ എങ്ങനെയൊക്കെ അധികാര സ്ഥാനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്താൻ കഴിയുമോ അവർക്ക് വേണ്ടിയുള്ള വിടുപണി ചെയ്യൽ, ഒത്താശ ചെയ്യൽ, അതിനു വേണ്ടുന്ന കോക്കസുകൾ രൂപീകരിക്കൽ എന്നുള്ളതിൻ്റെ ഒരു താണതരം രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് കഴിഞ്ഞ ഒരു 8-10 വർഷക്കാലമായി, പ്രത്യേകിച്ചും കഴിഞ്ഞ 4-4.5 വർഷക്കാലമായി അതപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന ഈ തരത്തിൽ ഒരാളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ കോൺഗ്രസ്സുകാരോട് അപമര്യാദയെ നടത്തി തുടങ്ങി അത് പിന്നെ വഴിവിട്ട് ഒരുപക്ഷെ നേരത്തെ ഹണി സൂചിപ്പിച്ചതുപോലെ, റിനി സൂചിപ്പിച്ചതുപോലെ ഇനിയും സൂചിപ്പിക്കപ്പെടാൻ എത്രത്തോളം കഥകൾ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. അങ്ങനെ ആരോട് എന്താണ് ചെയ്യുന്നത്, ചോദിക്കുന്നത്, പറയുന്നത് എന്ന അർത്ഥം നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക്, ഒരു മാനസിക വൈകൃതത്തിലേക്ക്, അതൊരു സീരിയൽ പ്രെഡേറ്ററി ഇൻസ്റ്റിങ്ക്റ്റിലേക്കൊക്കെ വഴിമാറിപ്പോയ ഒരു മനുഷ്യനെ തിരുത്താൻ എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ടും ഇത് കോൺഗ്രസിനകത്തെ പരാതികൾ മാത്രമായിട്ട് ഇവരുടെ ചെവിയിലേക്ക് എത്തുമ്പോൾ ഇനി അതിനുമപ്പുറം മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഇവരുടെ അടുത്തേക്ക് എത്തിയ സാഹചര്യത്തിൽ അതേ മാധ്യമ സംവിധാനങ്ങളെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് അത് തേച്ചു മാച്ച് കളയാൻ നാളെ കൈവരാൻ സാധ്യതയുള്ള അധികാര ചിഹ്നങ്ങളിലേക്ക് ഇപ്പോഴേ അതിനു വേണ്ടുന്ന വഴിയൊരുക്കാൻ അന്ന് കിട്ടാവുന്ന ഒരുപക്ഷെ നമുക്ക് വേണ്ടുന്ന പിന്തുണയ്ക്കുള്ള ഒരുപക്ഷെ അത്തരത്തിലേക്ക് മ്ലേച്ഛമായ രീതിയിലേക്ക് മാധ്യമപ്രവർത്തനം, മാധ്യമധർമ്മം വഴിവിട്ട രീതിയിലേക്കൊക്കെ പ്രതിഷ്ഠിച്ച ആളുകളോടും അടക്കമുള്ളവർ ചേർന്ന് നടത്തിയ ഈ നീക്കങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന പരിസമാപ്തി, അദ്ദേഹം ചെയ്തു കൂട്ടിയതിന് കുറ്റകൃത്യം ചെയ്യുക എന്നുള്ളത് സെയിം സെക്സിലാണെങ്കിലും ഓപ്പോസിറ്റ് സെക്സിലാണെങ്കിലും തേർഡ് ജെൻഡറിലാണെങ്കിലും അദ്ദേഹത്തിന് അതൊരു പ്രശ്നമേ അല്ല. അത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു അഫെയർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ആരോടാണ് അങ്ങനെ തോന്നേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെതായ താല്പര്യമാണ്. അത് ചെയ്യുമ്പോൾ അതിനുശേഷം അത് മറച്ചു പിടിക്കാൻ വേണ്ടി അദ്ദേഹം പുലർത്തുന്ന വഴികൾ, എങ്ങനെയാണ് സ്വയം താൻ ആത്മഹത്യ ചെയ്തതും എന്നും ഇനി ഇത് പുറത്ത് പറഞ്ഞാൽ ഒരാളെ കൊന്നുകളയുമെന്നും കൊല്ലാൻ എനിക്ക് സെക്കൻഡുകൾ മതി എന്നും ഒക്കെ പറയുന്നതിൻ്റെ അഹങ്കാരത്തിൻ്റെ, ധിക്കാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ, ഒരുപക്ഷെ സ്ത്രീകളെ എന്തു തന്നെ പറഞ്ഞാലും ഈ പറയുന്ന കൂട്ടം ആളുകളാൽ സംരക്ഷിക്കപ്പെടുമെന്നും ആ സംരക്ഷണം അധികാരം എന്തെങ്കിലും ലഭിക്കുമെന്നുണ്ടെങ്കിൽ ആ അധികാരത്തെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോഴേ നമുക്ക് മുൻകൂറായി നേടിയെടുക്കാവുന്ന പ്രിവിലേജുകളാണെന്നും വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ അത് കൊലപാതകത്തിലേക്ക് വരെ പോകാൻ മടിയില്ല എന്ന് ചില ശബ്ദരേഖകളിൽ നിന്ന് ഞെട്ടലോടെ കേരളം കാണുന്ന സമയത്ത് ആ ഒരാളെ കോൺഗ്രസിൻ്റെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട പാലക്കാടിൻ്റെ ജനപ്രതിനിധിയായി അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസ് ശല്യത്തെ ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പരിധി വരെ തടഞ്ഞു നിർത്തിയെന്നും പൊതുശല്യമായി അദ്ദേഹത്തെ നിങ്ങളങ്ങ് സഹിച്ചുകൊള്ളൂ എന്നും ഇതേ ആളുകൾ തന്നെ മൗനാനുവാദം നൽകുന്നതിന് തുല്യമാണ്. ഇനി
രാജിക്ക് വേണ്ടിയുള്ള മുഹൂർത്തവും സമയവുമാണ് ഇവർ കുറിക്കാൻ കാത്തിരിക്കുന്നത് എങ്കിൽ ഇതുവരെയും എഴുതി തന്ന പരാതികൾ ഇല്ലാത്തത് കൊണ്ട് നടപടികൾ ഇനി കടക്കില്ല എന്നുള്ളതിൻ്റെ ഒരു പഴുത് സ്വയം സൃഷ്ടിക്കാനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ആ പഴുത് അവർ എത്ര കാലം കേരള പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് വിലപേശി നേടുമെന്ന് നമ്മൾക്ക് പരിശോധിക്കേണ്ടി തന്നെ വരും. കാരണം ഒരു എഴുതപ്പെട്ട പരാതിയും ഇല്ലാതെ തന്നെ ഈ മാന്യദേഹം കാട്ടിക്കൂട്ടിയ വൈകൃതങ്ങളെ ഇന്ന് കേരള പൊതുസമൂഹം ചർച്ച ചെയ്യുകയാണ്. മൂക്കത്ത് വിരൽ വെക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രയോഗം. പകരം ഇതിൻ്റെ മെൻ്റൽ ട്രോമ അനുഭവിക്കേണ്ടി വന്ന സഹോദരിമാർ, അവർക്ക് നേരിടേണ്ടി വന്ന മാനസിക ആഘാതങ്ങൾ, ഒരുപക്ഷെ സംഘടനാ പ്രവർത്തനം വരെ നിർത്തിപ്പോകേണ്ടി വന്ന യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരികളുടെയും കഥകൾ ഇന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ പരസ്യമായി പറയുകയാണ്. സ്വന്തം മകളോട് ശാരീരികമായി അപമര്യാദയായി പെരുമാറിയ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഈ MLA കുറച്ചുകൂടി സദാചാരപരമായി പെരുമാറണമെന്നൊരു മുൻ MP ആയിട്ടുള്ള ശ്രീ TN പ്രതാപൻ വന്ന് തുറന്നു പറയേണ്ടുന്ന അവസ്ഥ ഈ പാർട്ടിയുടെ ഒരു കോൺഗ്രസിൻ്റെ അകത്തെ ഒരു ശല്യത്തെ പൊതുസമൂഹത്തിന്റെ ശല്യമാക്കി വളർത്തിയെടുത്തവർ ആരൊക്കെയാണോ, പൊതുസമൂഹത്തിന്റെ ശല്യമാകാൻ വേണ്ടി അദ്ദേഹത്തിന് MLA സീറ്റിലേക്ക് ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഒക്കെ ഉയർത്തിയവരാരാണോ അവർ കൂട്ടുത്തരവാദികളാണ്. അവർക്ക് ഈ ക്രൈമിൽ നിന്ന് അവരെ അബ്സോൾവ് ചെയ്യാൻ പറ്റില്ല. അവരുടെ കൈകളിലും ഇതിൻ്റെ രക്തക്കറയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരാളിൽ അവസാനിക്കുന്നതല്ല. പകരം അധികാരത്തിന് വേണ്ടി ഏതു വഴികളും സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരുപക്ഷെ നൈതികതയില്ലാതെ രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ അപജയത്തിന് കേരളത്തിൽ ഒരുപക്ഷെ തിരുത്തലിനുള്ള ഏതെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിനുള്ള അവസരം കൂടിയാണിത്. പക്ഷെ ആ തിരുത്തൽ വരുമ്പോൾ ആ ഒരാളിലേക്ക് മാത്രം അത് ചുരുക്കി വീരപരിവേഷം നേടി കോൺഗ്രസ് എന്തോ വലിയ മാതൃക കാണിച്ചു എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ ഗതികേടിനെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു നയസമീപനത്തിലേക്കൊക്കെ ഇനി നാളെയോ മറ്റന്നാളോ വീണു പോകുമ്പോൾ കേരളം ചോദിക്കും, എന്ത് മാതൃകയാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന്. ഏത് തരത്തിലാണ് നിങ്ങൾ ഇതിനെ മറച്ചു പിടിച്ചിട്ട് ഇപ്പോൾ പൊതുസമൂഹം അറിഞ്ഞപ്പോൾ മാത്രമാണ് ഇത് പരാതിയായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നുള്ളൂ എന്നുള്ളതിൻ്റെ നിങ്ങളുടെ ആ ഒളിച്ചുകളിയെല്ലാം സാധാരണക്കാരായ ജനങ്ങൾ, എന്തിനേറെ പറയുന്നു കോൺഗ്രസ് പ്രവർത്തകർ, പാലക്കാട്ടെ വോട്ടർമാരൊക്കെ ചോദ്യം ചെയ്തു തുടങ്ങും എന്നുള്ള അപകടകരമായ സാഹചര്യത്തിലാണ് ഇനിയിപ്പോൾ രാജി എന്ന് പറയുന്ന നാടകത്തിലേക്ക് കടക്കുന്നത്. ഇത് ഒരു രാജിയിലല്ല, മിനിമം 3 രാജികളിലേക്കെങ്കിലും ഇത് കടക്കും. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം എങ്ങനെയാണ് അദ്ദേഹം ഉറപ്പിച്ചെടുത്തത് എന്നും ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകുന്നത് എന്നും കോൺഗ്രസ്സുകാരാൽ തന്നെ ചോദ്യം ചെയ്യപ്പെടും. മുന്നണിക്കുള്ളിൽ അതിന്റെ ചർച്ചകൾ വരും. അതിൽ നിന്ന് രാജിവെച്ചൊഴിയേണ്ടി വരും. ഇതിന്റെ വലിയ ഉത്തരവാദിത്വത്തിലേക്ക് എങ്ങനെയാണോ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള രീതിയിലേക്ക് ഷാഫി പറമ്പിലിന് ഒരു സ്ഥാനക്കയറ്റം കിട്ടിയത്, ആ സ്ഥാനക്കയറ്റത്തെ കോൺഗ്രസ് പ്രവർത്തകർ ചോദ്യം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വരും. ഇവിടെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലേക്ക് ഒരു ക്രൈമിലേക്ക് പോയ ആ ഒരാളെ ശിക്ഷിക്കുമ്പോൾ അയാളുടെ കുറ്റത്തിനെ ശിക്ഷിക്കുന്നതിനോടൊപ്പം അതിലെ കൂട്ടുപ്രതികളായിട്ടുള്ളവർ തങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട പദവി, അത് ഷാഫി പറമ്പിൽ മുൻപ് MLAയും ഇപ്പോൾ MP ആയിരുന്നപ്പോൾ ഏതൊക്കെ തരത്തിലാണ് അതിനുവേണ്ടി ഒത്താശ ചെയ്തത്, പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 4.5 വർഷക്കാലമായി എങ്ങനെയൊക്കെയാണ് ഒത്താശ ചെയ്തത് എന്നുള്ളതിന്റെ കഥകളും കൂടി പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വഴി ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ശബ്ദരേഖയായും ടെക്സ്റ്റ് മെസ്സേജായും കൈപ്പറ്റിയ പരാതികളായിട്ടും ഒക്കെ തെളിവോടുകൂടി പുറത്തു വരും. ശരി ഡോക്ടർ സരീൻ, ഞാൻ വരാം. N. ശ്രീകുമാർ, ഇതിൽ എന്ത് മാതൃകയ്ക്കാണ് കോൺഗ്രസ് കാത്തിരിക്കുന്നത്? ഒരുപക്ഷെ ആദ്യത്തെ ദിവസമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടായേക്കും, അല്ലാതെ മുന്നോട്ട് പോകാനാകില്ലല്ലോ. കാരണം കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇത്രയും വ്യക്തമായ തെളിവുകളോടുകൂടി ഇതിനു മുൻപ് ഒരു ജനപ്രതിനിധിയുടെ കാര്യം നമ്മുടെ മുമ്പിലേക്ക് ഇത്ര ഭീകരമായ അവസ്ഥയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു കൃത്യമായ നടപടി കോൺഗ്രസ് എടുക്കും. കോൺഗ്രസ് ആണല്ലോ ഞങ്ങൾ വ്യത്യസ്തമായി കാര്യങ്ങൾ സമരം ചെയ്യുക മാത്രമല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ വേറെ രീതിയിൽ അത് പ്രതികരിച്ച് കാണിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതുണ്ടാകും എന്നൊക്കെ കരുതിയെടുത്താണ് ഇന്ന് VD സതീശന് ഒന്ന് വർത്തമാനം പറയാനെങ്കിലും പറ്റി. പക്ഷേ അദ്ദേഹവും ഈ രാത്രി അവസാനിക്കുമ്പോൾ എന്ത് നടപടി ഇവിടെ എടുപ്പിച്ചു ഈ പാർട്ടിയിൽ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും ഉണ്ടാകുന്നത്. എന്താണ് സാർ കോൺഗ്രസ് ഇനി എന്താണ് കാത്തിരിക്കുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാജിവെപ്പിക്കാൻ അദ്ദേഹം സ്വയം ഇനി മാനസാന്തരം ഉണ്ടായി രാജിവെച്ചൊഴിയുന്നത് വരെ എല്ലാവരും പടിക്ക് പുറത്ത് കാത്തു നിൽക്കുകയാണോ? ഒരു നടപടിയെടുക്കാൻ ചങ്കൂറ്റമില്ലാത്ത ആളുകളാണോ ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ളത്? നോക്കൂ ഡോക്ടർ ലാൽ, കോൺഗ്രസ് എടുക്കുന്ന നടപടിയുടെ 7 അയലത്ത് പോകാൻ കോൺഗ്രസിനെ എതിർക്കുന്ന പാർട്ടികൾക്ക് കഴിയില്ലെന്ന് വ്യക്തമായ ഒരു സംസ്ഥാനത്തെ ഒരു പാർട്ടിയുടെ ചാനലിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ എൻ്റെ അടുത്ത സ്നേഹിതൻ ഡോക്ടർ സരിൻ ഇതിൽ പ്രതിപക്ഷ നേതാവ് ഉത്തരം പറയണം, നേതാക്കൾ ഉത്തരം പറയണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു.
അങ്ങനെയാണെങ്കിൽ CPM-ലെ MLA-മാർക്കെതിരെ ഉയർന്ന ആരോപണത്തിന് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഉത്തരവാദികളാകുമോ എന്നുകൂടി ഒരു ചോദ്യം ഉയരും. ആ ചോദ്യത്തിനും കൂടെ ഉത്തരം കണ്ടെത്തേണ്ടി വരും. ഇതുപോലൊരു തെറ്റുണ്ടോ? കാര്യം, ഇതുപോലൊരു തെറ്റ് താങ്കൾക്ക് ചൂണ്ടിക്കാട്ടാമോ എൻ ശ്രീകുമാർ? താങ്കൾ ഇങ്ങനെ കുറച്ച് ഈ നാട്ടിലെ സ്ത്രീകളെ കാണരുത്, അങ്ങനെ കാണുന്ന മനുഷ്യനല്ല താങ്കളെന്ന് എനിക്ക് അറിയാം. ഈ നാട്ടിലെ ഒരു സ്ത്രീയെ, അങ്ങയുടെ മകളെ അല്ലെങ്കിൽ എൻ്റെ സഹോദരിയെ ഒക്കെ ഒന്ന് ഓർക്കൂ. നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ മക്കളെ ഒക്കെ നമ്മൾ ഈ രീതിയിൽ, ഈ നാട്ടിലെ ഒരു ജനപ്രതിനിധി അവരെ ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രത്തിന് വിധേയമാക്കി, ഇല്ലെങ്കിൽ ഞാൻ കൊന്നുകളയും, സെക്കൻഡുകൾ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ അവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എൻ ശ്രീകുമാർ? അല്ല, ഇതിപ്പോഴല്ല, ഞാനിത് CPM-ലെ ചില MLA-മാർക്കെതിരെ വന്നപ്പോഴേ എനിക്കിതൊക്കെ തോന്നിയിട്ടുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട്, ലാലിനും തോന്നിയിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്ത് മറ്റേ സരിനും തോന്നിയിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ലാൽകുമാറിനും തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന കാര്യം. അത് മുമ്പേ തോന്നിയിട്ടുണ്ട്, ഇപ്പോഴല്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കൊല്ലം MLA-ക്കെതിരെ കുറ്റപത്രം കോടതിയിലുണ്ട്. ഞാനൊരു കാര്യം പറയുമ്പോൾ ഡോക്ടർ ലാലെ, അത് പൂർണ്ണമാക്കാൻ അനുവദിക്കണം, അല്ലെങ്കിൽ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും കേട്ടോ. അത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാനിത് പറയാൻ പറ്റാത്ത കാര്യം ലാല് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് ഒരു മറുവാദം കൊണ്ടുവരുന്നത്, കോൺഗ്രസ് UDF ഒരു മറുവാദം കൊണ്ടുവരുന്നത് CPM-ലെ MLA-മാർക്കെതിരെയുള്ള സമാന കേസുകളാണ്. അതങ്ങനെ ഞാൻ പറയാറില്ല, പക്ഷേ എന്നെ കൊണ്ട് ഇപ്പോൾ ലാല് പറയിപ്പിക്കുകയാണ്. ഏതാ ഒരു ഉദാഹരണം പറയുമ്പോൾ ഞാൻ CPM-ൻ്റെ MLA-മാരുടെ ഉദാഹരണം പറയുന്നത്, കുറ്റപത്രം കൊടുത്ത MLA CPM-ലുണ്ട്, അദ്ദേഹം ഇപ്പോഴും മറ്റേ പാർട്ടിയുടെ MLA ആണ്. അദ്ദേഹത്തെ സിനിമയുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ നിന്ന് മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ എന്ന്. അദ്ദേഹം കോടതി കേസ് വരട്ടെ, കോടതി തീരുമാനിക്കട്ടെ എന്നാണ് താങ്കൾ പറഞ്ഞത് കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അതിവിടെ FIR ഉള്ള കാര്യമാണ്. നമ്മളൊരു കമ്മീഷൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ചിലരൊക്കെ വന്ന് പരാതി പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അന്നത്തെ സമയത്തും. ഞാൻ അതിനെ എതിർക്കാൻ പോകുന്നില്ല, താങ്കൾ അത് സൂചിപ്പിച്ചു. പക്ഷേ അതിനകത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി, ആ ഗർഭത്തിന് ഉത്തരവാദി ആകാൻ മടിച്ചിട്ട് അത് ഗർഭഛിദ്രം നടത്താൻ വേണ്ടി ഭീഷണിപ്പെടുത്തി വഴികൾ ഉണ്ടാക്കി കൊടുത്ത് അതുവഴി അവരുടെ ജീവനും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടോ? അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ സെക്കൻഡുകൾ കൊണ്ട് നിങ്ങളെ കൊല്ലും എന്ന് സൂചിപ്പിച്ച്, നേരിട്ടോ അല്ലാതെയോ സൂചിപ്പിക്കുന്നത് നമ്മൾ കണ്ടോ? അത് ആദ്യത്തെ കാഴ്ചയാണ് സാർ. ഇതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണോ താങ്കളെപ്പോലെ ഒരാൾ മുകേഷ് MLA-യുടെ കാര്യവും മറ്റ് വിൻസെൻറ്റിൻ്റെ കാര്യവും പോലും, വിൻസെൻറ്റും എൽദോസ് കുന്നപ്പള്ളിയും ഒക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങൾ പോലും പറയുന്നത്? ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് വെച്ചാണ് ബാർഗെയിൻ ചെയ്യുന്നത്. എൽദോസിൻ്റെയും വിൻസെൻറ്റിൻ്റെയും പേര് പറഞ്ഞാണ് ഇന്നത്തെ ദിവസം കോൺഗ്രസ് പാർട്ടിയെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്. നോക്കൂ, വിൻസെൻ്റ് ഈ ആരോപണം വന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചിപ്പോൾ MLA. എൻ്റെ ഡോക്ടർ ലാലെ, നമ്മൾ ഈ പഴങ്കഥകൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ രാഷ്ട്രീയമായി ഈ സംസാരം മാറിപ്പോയി. ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തിലേക്കാണ് ലാലിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. കാരണം ഞാൻ ഈ വക കാര്യങ്ങളൊന്നും അങ്ങനെ ചാനൽ ചുറ്റേ പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞ എന്താണ്, നിങ്ങൾ ഇന്ന് ഇത് കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ തലവായം തന്നെ കോഴിപ്പോരെന്നാണ്. നോക്കൂ, ഇത് കോഴിപ്പോരല്ല, ഇത് ഗൗരവമുള്ള വിഷയമാണ്. CPM ചാനൽ സുഹൃത്തെ, CPM-ൻ്റെ ചാനലിനോട് ഞാൻ പറയുകയാണ്, ഇത് കോഴിപ്പോരല്ല, ഇത് ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾ സ്ത്രീകളെ കൊച്ചാക്കി കാണുകയാണോ കോഴിപ്പോരെന്ന് പറഞ്ഞിട്ട്? ഇത് ഗൗരവമുള്ള വിഷയമാണ്. ആ ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പാർട്ടി മാറ്റിയത്. മനസ്സിലാക്കൂ, സ്ത്രീകളെ അപമാനിക്കുന്ന പ്രസിഡന്റ് ആയത് തന്നെ നാട്ടുകാർ അംഗീകരിച്ചിട്ടില്ല. അതിനകത്ത് വ്യാജ ID കാർഡും മറ്റതൊക്കെ ഉണ്ടാക്കിയ രജനീകാന്തും അജിത്തും ഒക്കെ കൂടെ വോട്ട് ചെയ്തുണ്ടാക്കിയ ഒരു പദവിയാണ് ഇപ്പോൾ അദ്ദേഹം വഹിക്കുന്നത്. എന്നിട്ട് അതവിടെ നിന്നോട്ടെ, ആ ജനാധിപത്യം നിങ്ങളൊക്കെ അംഗീകരിച്ചോളൂ. പക്ഷേ എന്നിട്ട് അതിൽ നിന്ന് പുറത്താക്കി ആർക്ക് നഷ്ടം, ആർക്ക് ഛേദം? ഇപ്പോൾ സരിൻ പറഞ്ഞതുപോലെ പാലക്കാട്ടെ ജനത അനുഭവിക്കണം. അവിടെയുള്ള ആളുകൾക്ക് MLA കാണണമെങ്കിൽ പത്തനംതിട്ട വരെ, അടൂർ വരെ ബസ് പിടിച്ച് വരണം എല്ലാ ദിവസവും. അദ്ദേഹത്തിന് വീട്ടിന് പുറത്തിറങ്ങില്ല. അവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും? ഈ MLA എന്ത് ചെയ്യാണ്? ഡോക്ടർ ലാലെ, ഞാൻ പറയുന്നത് പൂർണ്ണമാക്കാതെ നിങ്ങൾ അതിനിടെ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. ഞാൻ പറയട്ടെ, അതായത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? ഒരു UDF MLA, ഒരു കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന MLA നടത്തിയ ഫോൺ വിളികളും ചാറ്റുകളും അതുപോലെ ശബ്ദരേഖകളുമാണ്. അത് ഒരു ചാറ്റാണെങ്കിലും 1000 ചാറ്റാണെങ്കിലും ഒരു ശബ്ദരേഖയാണെങ്കിലും 100 ശബ്ദരേഖയാണെങ്കിലും ഒരേപോലെ കാണുന്ന ഒരാളാണ് ഞാൻ.
അതുപോലെ തന്നെ സമാനമായ കുറ്റകൃത്യം ചെയ്ത മറ്റുള്ളവരെയും തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഈ രണ്ടുപേരും, എൻ്റെ ഒപ്പമുള്ള 2 പാനലിസ്റ്റുകളും. അവർ CPM ആയിക്കോട്ടെ, അതൊരു വിഷയമുള്ള കാര്യമല്ല. അവരവരുടേതായ ഭാഷയിൽ അതും വിവരിച്ചിട്ടുണ്ട്. ആ നല്ല രാഷ്ട്രീയമാണ് ഞാൻ സംസാരിക്കുന്നത്. ലളിതമായി കാര്യങ്ങളെ താങ്കൾ ചുരുക്കരുത്. ഞാൻ അത്രയും മാത്രമല്ല പറയുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇങ്ങനെയാക്കി മാറ്റിയ ആ പ്രസ്ഥാനമുണ്ടല്ലോ, അതിൻ്റെ നേതാക്കളുണ്ടല്ലോ, അതിൽ തന്നെ രാഷ്ട്രീയ ഗുരുവായി നിൽക്കുന്ന ആളുണ്ടല്ലോ, ഷാഫി പറമ്പിലിനെ പോലുള്ളവരുണ്ടല്ലോ, അവരൊക്കെ ഇപ്പോഴും എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇയാൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് ഒരു നിമിഷം തള്ളി പറഞ്ഞോ, അയാളെ പുറത്താക്കിയോ, മാറി നിൽക്കാൻ പറഞ്ഞോ, രാജിവെക്കാൻ പറഞ്ഞോ, സമൂഹത്തിൽ ആ കാര്യമെങ്കിലും സ്ത്രീകൾക്കൊരു ധൈര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഇവർ പറഞ്ഞോ? കൊടുത്ത പരാതി ഇതാ MA ഷഹനാസ് കൊടുത്ത പരാതി, മറ്റ് 2 സ്ത്രീകൾ കൊടുത്ത പരാതി, ഈ ഷാഫി പറമ്പിൽ എന്ത് ചെയ്തു? ഒരു SFI നേതാവ് AISFൻ്റെ വനിതാ നേതാവിനെ ചവിട്ടിയപ്പോഴേ അത് അന്ന് CPM ആണോ അതിൻ്റെ ഉത്തരവാദി? പാർട്ടി സെക്രട്ടറി ആണോ ഉത്തരവാദി? മുഖ്യമന്ത്രിയാണോ ഉത്തരവാദി? അല്ല. എങ്കിൽ ഇതിൻ്റെ ഉത്തരവാദി പ്രതിപക്ഷ നേതാവ്. പക്ഷേ ഇവിടെ ഉത്തരവാദികളുണ്ട്. അതല്ലേ അതെന്താ? ഇവിടെ ഉത്തരവാദിത്തമുള്ള ആളുകളുണ്ട്. ഞാനാണ് രാഹുലിനെ ഞങ്ങളാണ് ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞു നിന്ന ആളുകളുണ്ട്. ഇവിടെ എൻ്റെ പിൻഗാമിയാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ആ പാർട്ടിക്കകത്ത് നിന്ന് ആ ശബ്ദരേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ കേൾക്കുന്നത്. അതെ, AISFൻ്റെ വനിതാ നേതാവിൻ്റെ ഇപ്പോഴുള്ള അവരുടെ അഭിപ്രായം ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്, എടുത്ത് നോക്ക്. ഡോക്ടർ ലാലെ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നെ കണ്ടിങ്ങനെ ഓരോ ചോദ്യത്തിനും ഉത്തരം പറയിപ്പിച്ചാൽ നിങ്ങൾ കുഴങ്ങും. ഇത് CPM ചാനലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ സുഹൃത്തുക്കളാണ്, വെറുതെ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കുക. നമുക്ക് രാഷ്ട്രീയ CPMനോടും എന്നോടും ഒക്കെയുള്ള അങ്ങനെ വല്ലാത്ത ഒരു ജാഗ്രതയുണ്ടല്ലോ, അത് എന്നെ വല്ലാതെ കോൾമയർ കൊളിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ അങ്ങ് അനുഭവിക്കുന്നു. പക്ഷെ അതേസമയം അങ്ങൊന്ന് ആലോചിക്കൂ, ഈ പറയുന്ന MLA ഈ രാത്രിയിലും അയാൾ അവിടെ MLA ആയി തുടരുന്നതിന് കാരണം ഒരു പാർട്ടിയാണ്. നാളെ മാതൃക കാണിച്ചു എന്ന് പറഞ്ഞ് വരരുത്. അയാൾ രാജിവെച്ച് പുറത്തു പോയാൽ അത് ഞങ്ങൾ കോൺഗ്രസ് എടുത്ത നടപടിയാണെന്ന് പാർട്ടി പറയരുത്. അല്ല, ഇതുപോലെ മറിച്ചു പറയരുത്. ആ കൊല്ല MLAയും മറ്റുള്ള MLAയും ഞങ്ങളുടെ പാർട്ടിയിലുണ്ടെന്നുള്ളതും മറിച്ചു പറയരുത്. ഞാൻ പറയട്ടെ ഡോക്ടർ ലാലെ, നമ്മളിങ്ങനെ തർക്കിച്ചു പോയിട്ട് കാര്യമില്ല. കാരണം ഞാനൊരു കാര്യം പറയാം, എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും നേതാക്കൾക്ക് വിധേയരായവരും നേതാക്കളെ ധിക്കരിച്ചു പോകുന്നവരൊക്കെ ഉണ്ട്. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒരു MLA നടത്തിയ ചില അപമര്യാദകൾ പുറത്താവുകയും അത് ചർച്ചയാവുകയും അത് പൊതുസമൂഹം ചർച്ചയാക്കിയപ്പോൾ യാതൊരു വിധത്തിലുള്ള പരാതിയും ലഭിക്കാതെ, പോലീസിൻ്റെ നടപടിയില്ലാതെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം MLA എന്നാണ് ദീപാദാസ് മുൻഷി പറഞ്ഞത്. പിന്നെ താങ്കൾ എങ്ങനെ ഇത് പറയും? യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എന്ന് ഇന്ന് CPM പത്രം കൊടുത്ത വാർത്ത ശരിയോ തെറ്റോ? യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടല്ല രാജിവെച്ചത്, നടപടിയല്ല എന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞതിനെ താങ്കൾ എതിർക്കുന്നോ? എൻ്റെ ഡോക്ടർ ലാലെ, ദീപാദാസ് മുൻഷി പറഞ്ഞാലും VD സതീശൻ പറഞ്ഞാലും സംഭവിച്ചോ? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നത്തെ പത്രത്തിന്റെ ഇതിൽ മുൻഷി പറഞ്ഞതാണോ VD സതീശൻ പറഞ്ഞതാണോ ശരി? ഇതിൽ രണ്ടിൽ ഏതാണ് ശരി? VD സതീശൻ പറഞ്ഞാണ് ശരി. എന്താ സംശയം? അപ്പൊ ഈ ഹൈക്കമാൻഡിന് ഇതിൽ കേരളത്തിലെ പാർട്ടിയെ കുറിച്ചുള്ള അവരുടെ അധികാരങ്ങൾ എന്താണ്? അവർ പറയുന്നതിൽ എന്താർത്ഥം? നോക്കൂ ഡോക്ടർ ലാലെ, ഞാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കുറിച്ച് ആദ്യം നിങ്ങളെ പഠിപ്പിക്കാം. അതായത് ദീപാദാസ് മുൻഷി AICCയുടെ സെക്രട്ടറിയാണ്. AICCയുടെ സെക്രട്ടറി പറഞ്ഞ എന്താ? രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വമേധയാ രാജിവെച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലൂടെ രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് KPCC ആണ്. KPCC ആവശ്യപ്പെട്ട രാജി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തി. അതാണ് ദീപാദാസ് മുൻഷി പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പഠിപ്പിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവില്ല. ശരി, ലാൽകുമാർ, താങ്കൾക്ക് മനസ്സിലായത് എന്താണ്? ഇന്നത്തെ ദിവസം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിൻ്റെ MLA ആയി തുടരുന്നു. അയാൾ ചെയ്ത പ്രവർത്തികൾ ഒരു അഭിഭാഷകൻ കൂടിയായ താങ്കൾക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. താങ്കൾക്ക് എന്തൊക്കെ മനസ്സിലായി? അല്ല, ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത്
ആദ്യം തന്നെ ഈ ചോദ്യത്തിലേക്ക് വരാൻ കഴിയില്ല. ആദ്യം തന്നെ ഹണി ഭാസ്കരൻ അവരാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ടോർച്ച് ബെയറർ. ഞാൻ ഉള്ള കാര്യം പറയാം. ഏറ്റവും ഗൗരവമില്ലാത്ത പരാതിയാണ് അവരുടെ എന്ന് ആൾക്കാർ പറയുമ്പോൾ പോലും അവർ കൊടുത്ത പരാതിയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന്റെ കളം മാറ്റിയതെന്ന് പറയാം. കാര്യം ഒരു സാമൂഹ്യ പ്രവർത്തക, എഴുത്തുകാരി, അവർക്ക് പുറത്തിറങ്ങി വന്ന് സംസാരിക്കാനുള്ള ഒരു ആർജവം, അവർക്ക് നേരിട്ട ഒരു പ്രശ്നത്തെക്കുറിച്ച് ഒരു പ്രശ്നമാണ് അവർ സൂചിപ്പിച്ചത്. അവരോട് ഒരു സെക്ഷൽ വയലേഷനോ മൊളസ്റ്റേഷനോ അതിനെക്കുറിച്ചൊന്നും അവർ പറയുന്നില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. എന്താണ് സംഭവം? അവരെ അങ്ങോട്ട് മെസ്സേജ് അയച്ച ശേഷം ഇവരുടെ കൂട്ടത്തിലിരുന്ന് ഒരു കൂട്ടം കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ചേർന്നിരുന്ന് ഇരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം പറയുന്നു, എന്ത്, ഹണി ഭാസ്കരൻ അവരെ ബന്ധപ്പെട്ടു എന്നുള്ള രീതിയിൽ. ഈ അങ്ങനെ പറഞ്ഞാണ് ആ വിഷയം തുടങ്ങുന്നത്. നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നോക്കൂ, ഇദ്ദേഹത്തിന്റെ ചേഷ്ടകൾ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആളുടെ കുറിച്ച് വ്യക്തമായി ഈ കോൺഗ്രസിനകത്തുള്ളവർക്ക് അറിയാമല്ലോ, യൂത്ത് കോൺഗ്രസിനകത്തുള്ളവർക്ക് അറിയാമല്ലോ അദ്ദേഹത്തിന്റെ രീതികൾ എന്താണെന്ന്. അപ്പൊ ആ ഹണി ഭാസ്കറിനെ കുറിച്ച് ആ കൂട്ടത്തിലുള്ളവർ എന്തായിരിക്കും കരുതുക? അതിൽ പരം ഒരു അശ്ലീലം ഇതിനകത്തില്ല. അതാണ് യഥാർത്ഥത്തിൽ ഹണി ഭാസ്കർ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതാണ് അവർ പറയുന്നത്, എന്നെ കുറിച്ച് ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം, അയാൾ ചെയ്തൊരു കാര്യം വിപരീതാർത്ഥത്തിൽ എന്നിലേക്ക് അത് പോയിന്റ് ചെയ്ത് സംസാരിക്കുന്നു. അത് പറഞ്ഞ ഒരു ആർജവം ഉണ്ടല്ലോ, ആ ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ മറ്റുള്ള ആൾക്കാർക്ക് ഇത് പറയാനുള്ള ഒരു ശക്തി ഉണ്ടായത്. നോക്കൂ, ആദ്യത്തെ ലേഡി, ഒരു സിനിമാ നടി, അവർ വന്നൊരു കംപ്ലൈനന്റായി മാറിയപ്പോഴും അവർ പേര് പറഞ്ഞില്ല. അവർ ഉപയോഗിച്ച വാക്ക് ഹൂ കേഴ്സ് എന്നാണ്. ആ ഹൂ കേഴ്സ് എന്നുള്ള അർത്ഥത്തിൽ അവർ സംസാരിക്കുമ്പോഴും നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ വാർത്ത കാണുന്നവർക്കും അല്ലെങ്കിൽ ദൃശ്യമാധ്യമ പ്രവർത്തകർക്കും ഒക്കെ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ ആ പേരിലേക്ക് നമുക്ക് ആ രാഹുൽ മാങ്കൂട്ടം എന്ന പേരിലേക്ക് സീറോയിൻ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞെങ്കിലും നമ്മളത് പബ്ലിക് ആക്കാഞ്ഞതിന് കാരണം ആ രാഹുൽ മാങ്കൂട്ടം എന്നുള്ള പേര് അന്ന് പുറത്തു വന്നില്ല എന്നുള്ളതാണ്. അതേ സ്ഥാനത്ത് ഹണിയുടെ സ്റ്റേറ്റ്മെന്റിനകത്ത് അവർ രാഹുൽ മാങ്കൂട്ടം എന്ന് എടുത്തു പറയുകയുണ്ടായി. അതുകൊണ്ടാണ് പിന്നീട് ഓഡിയോ വരികയാണെങ്കിലും ഈ പറയുന്ന മുഖമില്ലാത്ത ആൾക്കാർ കുറെ പേര് കംപ്ലൈന്റ് പറഞ്ഞത്. അത് നമ്മൾ കേട്ടപ്പം സത്യത്തിൽ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നപ്പം വലിയ ക്രൈമുകളാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ആൾക്കാർക്ക് ഐഡന്റിറ്റി ഉണ്ടോ, കംപ്ലൈനൻസ് ആകുമോ എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടവും കോൺഗ്രസും ചോദിക്കുന്നത്. അതിൽ പരം ഒരു വൃത്തികെട്ട ചോദ്യത്തിന് എന്താണ് ഇതിൽ പരം ഒരു വൃത്തികെട്ട ചോദ്യം ഒരാൾക്ക് ചോദിക്കാൻ പറ്റുമോ? നോക്കൂ, അവർക്ക് ഈ പറയുന്ന വിഷയം യഥാർത്ഥത്തിൽ ഒരു ലീഗൽ കോഴ്സിലേക്ക് പോകാതെ അവർക്ക് എന്നാൽ സോഷ്യൽ ജസ്റ്റിസ്, അവർക്ക് ലീഗൽ ജസ്റ്റിസിന് മേളിലുള്ള ഒരു സോഷ്യൽ ജസ്റ്റിസ് അവർ അർഹിക്കുന്നില്ലേ? കാര്യം ലീഗൽ ജസ്റ്റിസിന്റെ ആവശ്യത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നം, അവര് ഈ ഒരു കംപ്ലൈനന്റ് ആയിട്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് വരേണ്ടതായിട്ട് വരുന്നു. അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യപ്പെടേണ്ടതായിട്ട് വരുന്നു. ഒരാളെ കുറിച്ച് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക 4 മാസം ഗർഭിണിയായിരുന്നു എന്നാണ് പറയുന്നത്. അവർ അബോർട്ട് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അവരെന്താണ്, അവർക്ക് ഇനി ഒരു ജീവിതം മുന്നോട്ടില്ലേ? അവർ ഇയാളുടെ പുറകെ നടന്നാൽ മതിയോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്? എന്നാൽ ഈ വിഷയം സമൂഹത്തെ ധരിപ്പിക്കാനുള്ള അവരുടെ സാമൂഹിക ഉത്തരവാദിത്വം ഇല്ലേ? അവിടെയാണ് അവരുടെ ഐഡന്റിറ്റി അവർ ഹൈഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഒരു കൺസിക്യൂട്ടീവായിട്ട് ഒഫൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ കുറിച്ച് അയാളുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അയാളുടെ ശബ്ദമല്ല എന്ന് കോൺഗ്രസിനൊരു വാദമില്ലല്ലോ. എനിക്ക് തോന്നുന്നു അയാളുടെ ശബ്ദം അല്ല എന്ന് അയാൾക്ക് തന്നെ ഒരു വാദമില്ല. അതുപോലും അയാൾ തന്നെ പറഞ്ഞിട്ടില്ല. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പൊ എന്റെ ശബ്ദം എത്രയോ പേരാണ് കേൾക്കുന്നത് അല്ലേ? നമ്മൾ ലാലിന്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഡോക്ടർ ലാലിന്റെ, ശ്രീകുമാറിയേട്ടന്റെ, സരിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ ശബ്ദത്തിൽ കൂടെ അറിയുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഈ വീഡിയോ ഓഫ് ചെയ്താൽ നിങ്ങൾ ഫോണിൽ കണക്ട് ചെയ്യും, അപ്പൊ കേൾക്കുന്ന ആരാ? ലാലിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം വ്യക്തമാണ്. അതിൽ കൂടെ നമുക്ക് വ്യക്തമാകുന്നത് അയാൾ ഒരു മോശമായ കാര്യത്തിൽ ഇടപെട്ടു. അതാണ് ആദ്യത്തെ പോയിന്റ്. അതിന് ഹണി ഭാസ്കറിന്, അത് വെളിച്ചത്ത് കൂട്ടുന്ന ഹണി ഭാസ്കറിന് ഒരു കൺഗ്രാറ്റുലേഷൻസ്. അടുത്തത്, ഈ പറയുന്ന കോൺഗ്രസ് അടുത്ത ചെയ്യുന്ന ഒരു വിഷയം, ഇത് പല ഒഫൻസുകളുമായിട്ടും പലര് ചെയ്തതുമായും ഇക്വേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ നീചപ്രവൃത്തി. അത് ഏറ്റവും വലിയ നീചപ്രവൃത്തിയാണ്. കാരണം നിക്കോ, മറ്റൊരാൾ ഒഫൻസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ചർച്ചാ വിഷയമായിരുന്നു. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് കോൺഗ്രസ് തെറ്റാണെന്ന് പറഞ്ഞപ്പം അതിനകത്ത് നമ്മൾ അതിൻ്റെതായിട്ടുള്ള പൊളിറ്റിക്കൽ ഡിബേറ്റിൽ ഇടപെട്ട് സംസാരിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ വരുമ്പം നോക്കൂ, ഒരു സ്ത്രീയെ കുറിച്ചുള്ള പരാതി അല്ല വരുന്നത്, എത്രയോ പരാതികളാണ് വരുന്നത്. അതിനകത്ത് അബോർഷന്റെ കാര്യങ്ങൾ വരുന്നു. ഇയാൾ ഒരു വല്ലാത്ത രീതിയിൽ ഒരു വെഞ്ചൻസോട് കൂടി ഇടപെടുന്ന രീതിയിൽ ഓഡിയോ ക്ലിപ്പുകൾ വരുന്നു. ഒരു ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നു. അപ്പൊ ഒരു സൈക്കിക് പ്രശ്നമുണ്ട്
എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് സംശയിക്കാവുന്ന രീതിയിൽ ഇടപെടുന്ന ഒരു ആളെക്കുറിച്ച് പറയുന്നതും മറ്റൊരു വിഷയവുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നതും തമ്മിൽ ഒരു കാര്യമില്ല. ഇപ്പം ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ പറയാം എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ സമൂഹം ഇത് വിശ്വസിക്കുമോ? സമൂഹം അത് ഇവർ പറയുന്നത് ഗൗരവത്തിലെടുക്കുമോ? അതല്ലേ പറഞ്ഞേ, നമ്മൾ എൽദോസിന്റെ കാര്യം പറഞ്ഞു, അല്ലെ മറ്റൊരാളുടെ കാര്യം പറഞ്ഞു, അത് നമ്മൾ ഇവിടെ കൊണ്ടുവരാത്തതിന്റെ കാര്യം എന്താ? അത് വേറൊരു സ്കെയിൽ, അതാ പറഞ്ഞ സ്കെയിലിന് വലിയ പ്രാധാന്യമുണ്ട്. എല്ലാം ഒരേ സ്കെയിലിൽ തന്നെ കണക്കാക്കേണ്ടതാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല, അത് തെറ്റാണ്. അതാണ് നമ്മൾ ഒരു ഒഫൻസ് വരുമ്പം ഈ പറയുന്ന ശിക്ഷ കൊടുക്കുന്നത് എന്താ? ഗ്രാവിറ്റി ഓഫ് ദ ക്രൈം എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ? ഗ്രാവിറ്റി ഓഫ് ദ ഒഫൻസ് എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണ് പറയുന്നത്? ആ പറയുന്നത് ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ്. ഇതിനകത്ത് ഗ്രാവിറ്റി വളരെ കൂടുതലാണ്. നമ്മൾ നേരത്തെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ ഒരു അലഗേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരാൾ രാജിവെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനമല്ലേ രാജിവെച്ചിട്ടുള്ളൂ, MLA സ്ഥാനം രാജിവെച്ചിട്ടില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഒരു കൺക്ലൂസീവ് വേർഡ് ആണെന്ന് കരുതരുത്. നോക്കൂ, ലാൽകുമാർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, അല്ലെങ്കിൽ CPM ഒരു അഭിപ്രായം പറഞ്ഞു. ഇനിയും എല്ലാം വരാൻ പോകുന്ന കാലങ്ങളിലെല്ലാം ഇതാണ് ഈ പറയുന്ന രീതിയിൽ ഇടപെട്ട്, ഒരു മോശം കാര്യത്തിൽ ഇടപെട്ട്, ഏറ്റവും മോശമായ നമ്മൾ സാധാരണ ഉള്ള സബ്സ്റ്റാൻഡേർഡിനെക്കാട്ടിലും അതിനേക്കാളും സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ഒരാള് ആ പൊസിഷനിൽ ഇരിക്കാൻ യോഗ്യനല്ലാത്തൊരു അവസ്ഥയായി മാറുന്നു. അതാണ് കുഴപ്പം. നമ്മുടെ മുന്നിൽ ഇപ്പം മുകേഷിന്റെ കാര്യം പറഞ്ഞു, മറ്റാൾക്കാരുടെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ഒരു പീസ് ഓഫ് എവിഡൻസ് ഉണ്ടോ കാണിക്കാൻ? എവിഡൻസ് ഉണ്ട്, അത് കോടതിയിൽ വരുന്ന കാര്യം. ഇതിപ്പം നമുക്ക് പൊതുജനത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള എവിഡൻസ് വന്നില്ലേ? അയാളുടെ ഓഡിയോ ക്ലിപ്പ് വന്നില്ലേ? ഇയാൾ ഒരു പൊതുപ്രവർത്തകനായി ഇരിക്കാൻ യോഗ്യനല്ലാത്ത രീതിയിലേക്ക് ഉള്ള ക്യാരക്ടർ ടൈപ്പാണ് ഇയാളെന്ന് നമുക്ക് ബോധ്യം വരുന്ന രീതിയിലാണ് എവിഡൻസ് വരുന്നത്. എനിക്കതിനകത്ത് സംശയമൊന്നുമില്ല. അത് ഈ പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ 65ഉം അതിന്റെ കോൺസിക്വൻസും ഒക്കെ നോക്കിയല്ല നമ്മൾ ഇവിടെ ഇപ്പൊ പറയുന്നത്. ആ പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ആസ്പെക്റ്റിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് മറക്കരുത്. ശ്രീമാറിയേട്ടൻ പറഞ്ഞത്, ശ്രീമാറിയേട്ടൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നു, ഏതെങ്കിലും രീതിയിൽ ഇതിനകത്തൊന്ന് കഴിച്ചിലായി പോകണം എന്നുള്ളതാണ്. അദ്ദേഹം ഒരു കാരണവശാലും ഇതിനൊന്നും ന്യായീകരിക്കുന്ന ആളല്ല. പക്ഷെ ഇപ്പം അദ്ദേഹം ഈ ഡിബേറ്റിന് പോലും വരരുതായിരുന്നു എൻ്റെ ആഗ്രഹം. അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. കാര്യം വലിയ രാഷ്ട്രീയ ചർച്ചകളിൽ ഇടപെട്ട് നമ്മൾ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ഇതുപോലൊരു ഇയാൾക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത് എങ്കിൽ പോലും ശ്രീകുമാറിയേട്ടന്റെ പ്രസൻസ് തന്നെ ഇയാൾക്ക് വേണ്ടി ആയി മാറിപ്പോകുന്നു. അതിപ്പോ എനിക്കും അത് ബാധകം കേട്ടോ. ഞാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മോശമായിട്ട് അല്ലെങ്കിൽ വേറൊരാളെ ന്യായീകരിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് വേണ്ടായിരുന്നു എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന് കോൺഗ്രസ് മറുപടി പറയണോ എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസ് മറുപടി പറയണം. കോൺഗ്രസ് പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യും, ഞാൻ കൺക്ലൂഡ് ചെയ്യാം. കോൺഗ്രസ് മറുപടി പറയണോ എന്നുള്ളതിന് കോൺഗ്രസ് മറുപടി പറയണം. കോൺഗ്രസ് പ്രോപ്പറായി മറുപടി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം, കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാകും എന്നുള്ളത് കൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഇതിനകത്ത്. അതല്ല എങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ ഇല്ല, ഇയാൾ രാജിവെക്കണ്ട എന്നുള്ളതായിരുന്നു ആദ്യത്തെ പൊസിഷൻ. അങ്ങനെ പറ്റില്ല. ഇത് ഏറ്റവും സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, ഏറ്റവും ക്രിമിനൽ ഇന്റന്റോട് കൂടി ഇടപെട്ട ഒരു പൊതുപ്രവർത്തകൻ, അയാൾ MLA ആയിരിക്കാൻ ഒരു കാരണവശാലും യോഗ്യനല്ല. ഞാൻ കൈരളിക്കകത്ത് ആദ്യം തന്നെ നിങ്ങളുടെ അജിംഷാദ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഗ്രാവിറ്റി ഓഫ് ഒഫൻസിനെ കുറിച്ചും കംപ്ലൈനന്റും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാം, അയാളെ പോയിന്റ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഒരു കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ ആളാ ഞാൻ. നിങ്ങൾക്ക് ഓൺ എയർ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പം അയാളുടെ തന്നെ ഓഡിയോ വരുന്നു, വിഷ്വൽസ് വരുന്നു, ഈ പറയുന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് വരുന്നു. അതിൽ നിന്നൊന്നും ഒളിച്ചോടിപ്പോ രക്ഷപ്പെടാനൊന്നും കോൺഗ്രസിന് കഴിയില്ല. രാജിവെച്ചേ മതിയാവും. ശരി, ഇതിന്റെ തെളിവ്, ഇതിന്റെ ഉത്ഭവം, ഇതൊക്കെ അന്വേഷിച്ച് ഇപ്പോഴും പോകുന്നു, സാങ്കേതികത്വം ചോദിക്കുന്നു എന്നിടത്താണ് അത്ഭുതം തോന്നുന്നത്. അത് കോൺഗ്രസ് ഇപ്പോഴും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നിടത്താണ് ഈ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും മുൻകാലങ്ങളൊക്കെ മുമ്പ് എന്തൊക്കെ നടന്നു എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ ആരും ചെയ്യാത്ത പ്രവർത്തികളൊക്കെ കോൺഗ്രസ് അന്വേഷിക്കുന്നത് ആരെ പേടിച്ചാണ് എന്നുകൂടി പറയേണ്ട ഘട്ടമുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഹണി ഭാസ്കറിലേക്ക് ഒന്ന് പോകട്ടെ. ഹണി ഭാസ്കരൻ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇവരൊക്കെ രാഹുൽ രാജിവെച്ചാലും തീരാത്ത പ്രശ്നമാണ്. ഷാഫി പറമ്പലിനെ പോലെയുള്ള ആളുകൾ അവർക്കുള്ള റോൾ എന്താണ് എന്നുള്ളതൊക്കെ ഇവിടെ ഇപ്പോൾ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. ഈ പറയുന്ന സ്ത്രീകൾ, ഷഹനാസ് ഉൾപ്പെടെ ഉള്ള ആളുകൾ, അവർ പരാതി പറഞ്ഞ് മുമ്പോട്ട് എത്തില്ല, അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് നടത്തിയ താങ്കൾക്ക് നേരെ സൈബർ അറ്റാക്ക് നടന്നപ്പോൾ താങ്കളത് പരാതി കൊടുത്തു, ഇപ്പോൾ അതിനൊരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്, താങ്കൾ അതിനെക്കുറിച്ചും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത്രയും ഒരു നല്ല സാഹചര്യം, സേഫായ സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് താങ്കൾ അറിയിക്കുമ്പോഴെങ്കിലും നാളെ ഇനി ഇവരൊക്കെ ഏത് രീതിയിൽ ഭീഷണിപ്പെടുത്തിയാലും, എന്തൊക്കെ സൂചനകളിലൂടെ നിങ്ങളിങ്ങനെ ഇറങ്ങി വന്നാൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്ന് ഇവർ സൂചന തന്നാലും, ഈ സ്ത്രീകൾക്കിപ്പോൾ ഒരു സുരക്ഷാ കവചം ഇവിടെ ഉണ്ട് എന്ന്
ഉറപ്പിച്ചുകൂടെ? അവർ ഇനി മുന്നോട്ടേക്ക് ധൈര്യമായി വരേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ലേ? ഞാന് ഈ ട്രോമയില് അകപ്പെട്ട സ്ത്രീകളോട് ഞാൻ പൊതുവെ പറയുന്നതാണ് ഈ ഒരു വിഷയത്തിൽ, അവരെ നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു ചൂഷണം, ഒരു സ്ത്രീ ഒരു ചൂഷണത്തിന്, ഈ വിഷയത്തില് സ്ത്രീയും പുരുഷനും മാത്രമല്ലല്ലോ, ട്രാൻസ്ജെൻഡറും കൂടെ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അത് വിക്ടിം ആരുമാവട്ടെ, ആ ഒരു ട്രോമയിൽ നിന്ന് അത് ഹീൽ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഹീൽ ചെയ്യാത്ത ആ ഒരു മുറിവിൽ നിന്നിട്ടാണ് നമ്മൾ ഈ സ്ത്രീകളൊക്കെ ഇപ്പൊ സംസാരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ ഫോഴ്സ് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശരിയായ ഏർപ്പാടല്ല, ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ സൈബർ അറ്റാക്ക് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്, എനിക്ക് ഏറ്റവും സേഫ് ആയിട്ട് ഫീൽ ചെയ്ത 2-3 മൊമെന്റ്സ് ഉണ്ട്. കാരണം ഞാൻ ഇമെയിൽ അയച്ച്, അതിരാവിലെ ഞാൻ ഇമെയിൽ അയക്കുന്നു, എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിന്റെ റിപ്ലൈ വരുന്നു, DGPക്ക് അത് ഫോർവേഡ് ചെയ്യുന്നു, അത് സൈബറിലേക്ക് പോകുന്നു, എന്നെ സൈബറിൽ നിന്ന് ഉദ്യോഗസ്ഥരെ കോണ്ടാക്ട് ചെയ്യുന്നു. 2 തവണ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സ്ത്രീകളായിരുന്നു. അവർക്ക് ഞാൻ അവരോട് പറഞ്ഞു തുടങ്ങുന്നത് പോലും വളരെ സൗഹാർദ്ദപരമായിട്ടാണ്. സ്ത്രീകളായതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്, നമ്മൾ സ്ത്രീകളാണ്, ഞാൻ കടന്നു പോകുന്നത് വലിയ സമ്മർദ്ദത്തിലേക്കൂടെയാണ്, അത്ര ഭീകരമായിട്ടുള്ള രീതിയിലാണ് സൈബർ സ്പേസിൽ ഞാൻ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ എൻ്റെ ഇമോഷൻസിനെ മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയട്ടെ, നിങ്ങൾ കുറെ കൂടെ മാതൃകാപരമായിട്ട് ഈ വിഷയത്തിലെങ്കിലും നടപടി എടുത്തിട്ട് ഇത്തരത്തിൽ ചൂഷണത്തിന് ഇരയായിട്ടുള്ള സ്ത്രീകൾക്ക് അവർക്ക് മുൻപോട്ട് വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മാഡം വിഷമിക്കരുത്, സമാധാനത്തോടു കൂടി ഇരിക്കണം, എത്രയും പെട്ടെന്ന് ഇതിൽ നടപടി ഉണ്ടാവും, FIR നിങ്ങൾക്ക് എത്രയും വേഗം അയച്ചു തരും എന്ന് പറയുന്നുണ്ട്. എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് സങ്കടം വന്നുപോയ ഒരു സന്ദർഭമായിരുന്നു അത്. അതും അവർ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാത്രി തന്നെ ശരിക്കും എനിക്ക് FIR കിട്ടിയിട്ടുണ്ട്. ഞാൻ പക്ഷെ ഇന്ന് രാവിലെയാണ് അത് പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് സ്ത്രീ സമൂഹത്തോട് പറയാനുള്ളത്, ഇപ്പം ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വന്നു നിന്ന വ്യക്തി പറയുന്ന ഒരു കാര്യം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. CPM-ല് ഇത്തരം എന്തെങ്കിലും വിഷയം വരുമ്പോൾ CPM എന്ത് നടപടിയെടുത്തു, അല്ലെങ്കിൽ BJP-യുടെ നിലപാട് ഇത്തരം വിഷയം, ഇതൊക്കെ നോക്കിക്കൊണ്ടാണോ, ഇതാണോ കോൺഗ്രസിന്റെ ബോധ്യം എന്ന് പറയുന്നത്? ഇതര രാഷ്ട്രീയക്കാര് ഓരോ വിഷയത്തിലും എടുക്കുന്ന നിലപാടുകൾ നോക്കിക്കൊണ്ടാണോ കോൺഗ്രസ് നിലപാടെടുക്കുന്നത്? അതുപോലെ തന്നെ കേരളത്തിന്റെ ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ പെൺവിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു ദിവസം ഇന്നലെ റിപ്പോർട്ടറിലാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടത് 8 ജില്ലകളിൽ ഇരുന്നിട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാർത്ത നൽകുന്ന ജേർണലിസ്റ്റുകളെ കാണുന്നുണ്ടായിരുന്നു. ഇതിനു മുൻപ് നമ്മൾ എവിടെയാണ് ഇത്രയും വൃത്തികെട്ട ഒരു അവസ്ഥ കാണാനിടയായിട്ടുള്ളത്? അതുകൊണ്ട് ഈ BJP-യുടെയും CPM-ന്റെയും അവരുടെയൊക്കെ രാഷ്ട്രീയ ബോധ്യം നോക്കി വിലയിരുത്തി ഒരു കമ്പാരിസൺ ചാർട്ട് തയ്യാറാക്കിയിട്ട് മാത്രമേ ഞങ്ങൾ ഈ കാര്യത്തിൽ നിലപാടെടുക്കൂ എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ അശ്ലീലമാണ്. പിന്നെ ഇവിടെ എനിക്ക് വിശ്വസിക്കാൻ തോന്നിയ 2 വിഭാഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ നിയമ സംവിധാനവുമാണ്. അതുകൊണ്ടാണ് ഞാൻ FIR പോസ്റ്റ് ചെയ്യാനുള്ള കാരണം പോലും അതുകൊണ്ടാണ്. ഈ ചൂഷണത്തിന് ഇരയാക്കപ്പെട്ട സ്ത്രീകളെ എപ്പോഴാണോ നിങ്ങൾ സ്വയം ഫീൽ ചെയ്തിട്ട് വെളിയിലേക്ക് വരുന്നത്, അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്നോട് സംസാരിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നത്, നിങ്ങളെ ഏത് രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആ സ്ത്രീ സമൂഹത്തോട് പറയുകയാണ്, നിങ്ങൾ സ്വയം ഫീൽ ചെയ്തിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് പറയാനുള്ള ഒരു ആർജവം ഉണ്ടാകുന്നത്, ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ മുൻപോട്ട് കൂടുതൽ ശക്തമായ രീതിയിൽ, ഞാൻ ഒരിക്കലും പറയില്ല മുഖം വെളിപ്പെടുത്തിക്കൊണ്ട് പുറത്തോട്ട് വരണമെന്ന്, എനിക്ക് പറയാൻ ധൈര്യമില്ലാത്തതിന്റെ മറ്റൊരു കാരണം ഈ 3 ദിവസങ്ങളിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആക്രമണമാണ്. സ്വയം ഈ ട്രോമയെ ഹീൽ ചെയ്താൽ പോലും ഈ വൃത്തികെട്ട ഈ പെർവേർട്ടുകളുടെ ഈ വലിയ കൂട്ടത്തെ നേരിടാനുള്ള ഒരു ചങ്കുറപ്പ് കൂടെ ഈ സ്ത്രീകൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഉണ്ട് എന്നുള്ളതാണ്
തന്നെയാണ് ഈ കോൺഗ്രസിന്റെ സൈബർ വിങ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു ചാറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടം എൻ്റെ അടുത്ത് വൃത്തികെട്ട ചാറ്റ് ചെയ്തു. അയാൾ അതിനെ ഞാൻ എന്നിലേക്ക് ഒരിക്കലും എത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരിടത്തിരുന്ന് അതിനെക്കുറിച്ച് അശ്ലീലം പറഞ്ഞതിനെ കുറിച്ചാണ് എന്റെ പരാമർശം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് പോലും അങ്ങനെ ഒരു പരാമർശം നടത്തിയ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് മുൻപോട്ട് വന്ന ഒരു സ്ത്രീയെ ഇത്രയും ഭീകരമായിട്ടുള്ള രീതിയിലാണ് കോൺഗ്രസും കൂട്ടവും, പെർവേർട്ടുകളുടെ കൂട്ടം ഉണ്ടല്ലോ, കോൺഗ്രസ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, കോൺഗ്രസുകാരുടെ കൂട്ടവും അതുപോലെ ഈ പെർവേർട്ടുകളുടെ കൂട്ടവും പെർവേർട്ടുകളുടെ അതേ കൂടെ നിന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ ഈ ഇത്തരത്തിൽ മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്തരത്തിൽ നിങ്ങളെ സ്ലട്ട് ഷേമിംഗ് ചെയ്തിട്ട് നിശബ്ദരാക്കി കളയും എന്നുള്ള ഒരു സൂചനയാണ്. പക്ഷെ എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത് അത്തരത്തിലുള്ള ഒരു ഭയവും ആവശ്യമില്ല. ഇതൊന്നും നമ്മുടെ തൊലിപ്പുറത്ത് പോലും തൊടാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ തീർന്നു പോകുന്നത് ഒന്നുമല്ല നമ്മുടെ ഐഡന്റിറ്റി. ഇത്തരം വൃത്തികേടുകൾക്കെതിരെ കൂടുതൽ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ മുൻപോട്ട് വരണം. അങ്ങനെ മാത്രമേ ഈ കൂട്ടത്തെ നമുക്ക് മറികടക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ശരി, ഇപ്പോഴും കോൺഗ്രസ് ആലോചിച്ച് നിൽക്കുന്നു. ഡോക്ടർ സരീൻ നോക്കൂ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ താങ്കൾ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഘട്ടത്തിൽ ഉള്ള ആ ഒരു വാർത്താ സമ്മേളനം തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. 2-3 മണിക്കൂർ താങ്കൾ എന്തായിരുന്നു ആ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരുന്നത്, അവിടുത്തെ പവർ ഇക്വേഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അതേ ഇക്വേഷനാണ് ഈ ഒരു മാഫിയ ഘട്ടത്തിലും. ഇതിനെ മാഫിയ എന്ന് വിളിക്കാമെന്ന് തോന്നുന്നു. അത് അല്ലെങ്കിൽ ഹണിയൊക്കെ പറഞ്ഞതുപോലെ ഒരു കൂട്ടം എന്നാണല്ലോ. ആ കൂട്ടം ശരി, ഏത് രൂപേണയാണെങ്കിലും ആ പേരിൻ്റെ കൂട്ടത്തിൽ കൂട്ടത്തിൽ എന്നുണ്ട്. എന്തായാലും ആ കൂട്ടം ഇവിടെ ഉണ്ട്. ആ കൂട്ടം എല്ലാം കൂടി ചേർന്നിട്ട് ഈ പാർട്ടിയെ എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു, ഏതൊക്കെ തരത്തിലുള്ള ഗ്രൂപ്പുകളായി അത് മാറി എന്നൊക്കെ ഉള്ളത് താങ്കൾ അവിടെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ അന്ന് മുതലേ ഉണ്ട് എന്ന് താങ്കൾക്ക് പറയാമോ? ഇതിലൊരു അതിശയോക്തിയുടെ കാര്യമില്ല, ഇതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് ഉറപ്പിക്കാമോ? നോക്കൂ ലാൽ, ഇവിടെ കോൺഗ്രസ് ഉപയോഗപ്പെടുത്തുന്ന ഒരു ഡിഫൻസ് പൊതുസമൂഹത്തിലേക്ക് എത്താത്ത ഒരു വിഷയം തന്നെയായി സംഭവിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇതൊരു വിഷയമല്ല എന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ് ആവതും ശ്രമിച്ചു. ഇത്തരത്തിലൊരു വിഷയം നോൺ എക്സിസ്റ്റൻ്റ് ആണ്, ഇല്ലാത്ത ഒരു വിഷയമാണ് എന്ന് ഒരുപക്ഷെ 1 മാസം മുന്നേ ഇതിൻ്റെ കൃത്യമായ സൂചനകൾ വന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു വിഷയത്തെ വഴിതിരിച്ചു വിടുന്നതിനടക്കം കോൺഗ്രസ് നടത്തിയ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലെ പുതിയ ഡൈവേർഷണറി ടാക്ടിക്സ്, അതായത് ആടിനെ പട്ടിയാക്കുക എന്നൊക്കെ പറയുന്നത് പോലെ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് വരുന്ന വിഷയത്തിൽ ആ ആളുമായി ബന്ധപ്പെടുത്തി എന്ന് തോന്നിപ്പിക്കുന്ന വിധം മറ്റൊരാളെ അവതരിപ്പിച്ചെടുക്കാനുള്ള അതിബുദ്ധി കാണിക്കുകയും ആ അതിബുദ്ധി ഒരുപക്ഷെ കോൺഗ്രസിനെ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ, ഷാഫിയെയൊക്കെ ആ തൽക്കാലത്തേക്ക് അതിൽ നിന്ന് രക്ഷിച്ചെടുക്കുകയും ചെയ്തു. കാരണം CPM-ന്റെ സൈബർ ഇടങ്ങളിലുള്ളവർ തന്നെ അറിയാതെയാണ് എങ്കിൽ പോലും ഇതാണ് വസ്തുത എന്നുള്ള രീതിയിൽ ഇതാണോ എന്നുള്ള ചോദ്യങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചപ്പോൾ അവർക്കുണ്ടായ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടിനെ, അവരുടെ ഐഡൻറ്റിറ്റിയെ സോഷ്യൽ മീഡിയ സ്പേസിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന വിധം ഉയർത്തിക്കാട്ടിയതിനെയൊക്കെ മാനിച്ചുകൊണ്ട് ആ വാദം തന്നെ CPM-ന്റെ അറിയാതെ ഉപയോഗിച്ച സൈബർ ഇടങ്ങളിലെ ആളുകളെല്ലാം പിൻവലിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആകുന്ന സമയത്ത് ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ വിഷയത്തെ തന്നെ വഴിതിരിച്ചു വിട്ടാൽ അതിനു വേണ്ടുന്ന വിധത്തിലേക്കുള്ള ചേരുവകൾ ഒരുക്കി വെച്ചാൽ കോൺഗ്രസിൻ്റെ അണികൾ തന്നെ ഡിഫൻസിന് വേണ്ടി വരുമെന്നും കോൺഗ്രസിൽ വീരപരിവേഷം ലഭിക്കുമെന്നും ഇത് CPM-ന്റെ ഒരു വില കുറഞ്ഞ ടാക്ടിക്സ് ആണ് എന്ന് വരുത്തി തീർക്കുകയും ഒക്കെ ചെയ്യാവുന്നതിൻ്റെ എല്ലാ സാധ്യതകളെയും കോൺഗ്രസിൻ്റെ സൈബർ കൂട്ടം കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണത്. ആ രീതിയിൽ ഇതും തേച്ചു മാച്ച് കളയാമെന്നും തനിക്കെതിരെ വരുന്ന പരാതികൾ ആ പരാതിപ്പെടാൻ ആരെങ്കിലും തന്നെ ധൈര്യപ്പെട്ടാൽ അവരത് വിളിച്ചു പറഞ്ഞാൽ അവരുടെ ഐഡൻറ്റിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധം അതിനെ വളച്ചൊടിക്കാൻ കഴിയുമെന്നുമുള്ളതൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന് ഇതിനു വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ഷാഫി പറമ്പിലും VD സതീശനും ഒക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ രാഹുലിന് മാത്രമായിരിക്കാം അദ്ദേഹം ഉൾപ്പെട്ടിരിക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളുടെ എണ്ണം അറിയുന്നത്. ആ എണ്ണം
ഒരു മല പോലെ വന്ന് മുന്നിൽ നിൽക്കുമെന്ന് വി ഡി സതീശൻ പോലും അറിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലും ആയിരിക്കാം. നമുക്കതിനെ പറ്റിയിട്ടുള്ള വസ്തുതകൾ അറിയില്ല. പക്ഷേ വന്ന പരാതികളൊക്കെ ഒതുക്കി തീർത്ത് ഒരു പിതാവിൻ്റെ വാത്സല്യത്തോടു കൂടി ഗുണദോഷിച്ച് വിടുക എന്നുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഇതുവരെ നിർവഹിച്ചത് എന്നൊരു ഉളുപ്പമില്ലാതെ അദ്ദേഹം ക്യാമറയുടെ മുന്നിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ അറിഞ്ഞ കഥകൾ തന്നെയാണ് ഇതൊക്കെയും. പക്ഷേ പൊതുസമൂഹത്തിലേക്ക് ഇത് എത്തുന്നില്ല. കാരണം ഇത് കോൺഗ്രസിന്റെ ഉള്ളിലെ സഹപ്രവർത്തകരോട് ഒരാൾ നടത്തിയ രതിവൈകൃതം മാത്രമായി അവിടെ മൂടിവെക്കപ്പെടും എന്ന് അവർ വിചാരിച്ചു. കാരണം സ്വന്തം പ്രസ്ഥാനത്തിന്റെ പൊതുസമൂഹത്തിലെ വില ഇടിക്കാൻ വേണ്ടി ആരും ഇത് ചെയ്യില്ല എന്നുള്ളത് രാഹുൽ എത്രത്തോളം വിദഗ്ധമായിട്ടാണ് അവിടെ ഉപയോഗപ്പെടുത്തിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസിലെ ഇപ്പോഴും ഇതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന സൈബറിലിടങ്ങളിലും പൊതുസമൂഹത്തിലുമൊക്കെ ചെയ്ത തെറ്റാൻ എന്താണ് എന്ന് മറച്ചു പിടിക്കേണ്ടി വരുന്ന, ഇത് എല്ലാവരും ചെയ്യുന്ന ചെറിയ കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന കോൺഗ്രസിലെ ആളുകളോടാണ് എനിക്ക് സഹതാപമുള്ളത്. കാരണം അവർക്കിപ്പോഴും അവരുടെ നേതാവ് ഇത് ചെയ്തു എന്ന് വിശ്വസിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇതൊന്നും തെളിവുകൾ ഇല്ലാത്തതാണ് എന്ന് അവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി വരുന്ന പരാതി അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും അതിനെ ഒരുപക്ഷെ ആ പരാതിയുടെ സോഴ്സിനെ വ്യക്തിഹത്യ നടത്തി ഇല്ലാതെയാക്കാൻ നോക്കുന്നു. ആ രീതിയിലേക്ക് ഹണി ഭാസ്കറിനെയും റിനിയെയും ഒക്കെ തന്നെ അവരെങ്ങനെയാണ് നേരിട്ടത്, സമാനമായ നേരിടലിലൂടെ ഇനി ആരെങ്കിലും മുന്നിലേക്ക് വന്നാലും അതങ്ങ് തേച്ചുമായ്ക്കപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ നടന്ന കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നടന്ന സംഭവ പരമ്പരകളാണ് ഇപ്പോൾ ചുരുളഴിയുന്നത്. ഈ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അധികാരത്തിനു വേണ്ടി സോഷ്യൽ മീഡിയ സ്പേസിലെ ലൈക്കുകൾക്കും ഷെയറുകൾക്കും കയ്യടികൾക്കും വേണ്ടി ഒരു നൈതികതയും ഇല്ലാതെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും ആരും ഇവിടെ ചോദിക്കാനില്ല എന്നും കോൺഗ്രസിനെ ഒരു കോക്കസാക്കി കയ്യിൽ കൊണ്ടു നടക്കാമെന്നും കൈവെള്ളയിൽ അത് കൊണ്ടു നടക്കാമെന്നും അങ്ങനെ അധികാരത്തിന്റെ വഴികളിലേക്ക് നേതാക്കളുടെ പ്രീതിയാണ് അടിസ്ഥാനപരമായി വേണ്ടത് എന്നും രാഷ്ട്രീയമായ ധാർമ്മികതയോ സ്വാഭാവികമായും സാമൂഹികമായും ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങളോ ഒക്കെ രണ്ടാമതോ മൂന്നാമതോ ആകുന്ന ഗതികേടിലേക്ക് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തെ തന്നെ കേരളത്തിൽ ഒരുപക്ഷെ അതിന്റെ അടിത്തറ തന്നെ ഇളകിയിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന വലിയ അപകടം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഇതിനു വേണ്ടി കൈമേയ് മറന്ന് ഡിഫെൻഡ് ചെയ്യുന്ന സകല പ്രൊഫൈലുകളും ഇതിനെ നോർമലായിട്ട്, പുതിയ ന്യൂ നോർമലായിട്ട് അവതരിപ്പിക്കുകയാണ്. അവർ ഡീസെൻസിറ്റൈസ്ഡ് ആവുകയാണ്. നാളെ അവർ എത്തിപ്പെടാൻ പോകുന്ന ക്രൈമിന്റെ സ്വഭാവം സമാനമായ രീതിയിൽ തന്നെയായി മാറാൻ പോവുകയാണ്. അതിൻ്റെ അർത്ഥം ആരോട് എന്ത് എപ്പോൾ എങ്ങനെ പറയണം എന്നുള്ള സോഷ്യൽ ആയിട്ടുള്ള ഏത് തരത്തിലുള്ള ഇൻഹിബിഷൻസും ഇല്ലാത്ത വിധം സോഷ്യൽ മീഡിയയുടെ സങ്കേതങ്ങളെ ഉപയോഗപ്പെടുത്തിയും അത് പിന്നീട് നേരിട്ടുള്ള പ്രയോഗത്തിലും പെരുമാറ്റത്തിലും അത് സെക്സ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഫേവറുകളിലേക്കും ഒക്കെ വഴിമാറി പോകുന്ന കോൺഗ്രസിന്റെ മുഴുവൻ സംസ്കാരത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് അത് അധപ്പതിച്ചു കഴിഞ്ഞു എന്ന് ശ്രീകുമാർ നോക്കൂ, ഈ രാജിവെക്കാതിരിക്കുന്നതാണ് ഒരുപക്ഷെ എതിരാളികൾക്ക് നല്ലത്. ഇങ്ങനെ ഇരുന്ന് അഴുകിക്കോട്ടെ എന്നുള്ളതാണ് അവർ കരുതുക. പക്ഷെ നോക്കൂ, എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല? ആളുകൾ അന്വേഷിക്കില്ലേ? ഇത് പേടിക്കുന്നുണ്ടോ? സതീഷിന് പേടിയുണ്ടോ? സണ്ണി ജോസഫിന് പേടിയുണ്ടോ? കോൺഗ്രസിലെ വേറെ ആർക്കെങ്കിലും പേടിയുണ്ടോ? ആരെങ്കിലും പേടിപ്പിക്കുകയാണോ? ഞാൻ അത് വിളിച്ച് പറയും, എനിക്ക് കൂടുതൽ തെളിവുണ്ടോന്നൊക്കെ. നോക്കൂ ഡോക്ടർ ലാലെ, ഞാൻ നിങ്ങൾ വിളിച്ചിട്ട് വന്നൊരു ഗസ്റ്റാണ്. ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് ലാലിൻ്റെ നിരന്തര ഇടപെടൽ കൊണ്ട് ഇവിടെ നമ്മുടെ ഹണി ഭാസ്കർ പോലും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ കോൺഗ്രസിൻ്റെ വക്താവല്ലെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, ഞാനൊരു പത്രപ്രവർത്തകനാണ്. കോൺഗ്രസ് പക്ഷപാതി എന്ന് പറഞ്ഞുകൊണ്ട് പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഇങ്ങനെ ആകുമ്പോൾ CPM-ൽ അങ്ങനെയല്ലേ എന്നല്ല എൻ്റെ സഹോദരി ചോദിച്ചത്. ഡോക്ടർ ലാല് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അവിടെ അങ്ങനെയല്ലേ എന്ന് തിരിച്ചു ചോദിക്കേണ്ടത് ഒരു പത്രപ്രവർത്തകൻ്റെ കടമയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഹണി ഭാസ്കറിൻ്റെ ആ നേരത്തെ പറഞ്ഞത് ഞാൻ കേട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കുറ്റത്തിന് ഷാഫി പറമ്പിൽ മറുപടി പറയണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ രാഷ്ട്രീയം എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അത് ഈ ചർച്ചയിൽ പങ്കെടുക്കാത്തതുകൊണ്ടായിരിക്കാം അവരെൻ്റെ വാക്കുകൾ തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ട് ചർച്ചയിൽ ഞാൻ എന്താണോ പറയുന്നത് നിരന്തര ഇടപെടലുകൾ മൂലം തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുകൂടി ഡോക്ടർ ലാല് ഇതൊരു പാഠമാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചോദിച്ച ചോദ്യം, ഈ ചോദ്യം എന്ന് വെച്ചാൽ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനാവുമെങ്കിൽ തുടർന്നുള്ള പൊതുസമൂഹത്തിൻ്റെ നിലപാട് നോക്കി, CPM-ൻ്റെ നിലപാട് നോക്കിയിട്ടല്ല, പൊതുസമൂഹത്തിൻ്റെ നിലപാട് നോക്കിയിട്ട് നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനാകും. അത് നിങ്ങൾക്ക് കാത്തിരുന്നാണ്. അത്തൊരു നടപടി ഒരു പാർട്ടിക്കും എടുക്കാൻ പറ്റില്ല എന്നുകൂടി നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഞാൻ പ്രത്യേകം പറയുകയാണ്, ഞാൻ കോൺഗ്രസിന്റെ വക്താവല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്,
ഈ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ ഹണി ഭാസ്കർ ആ രീതിയിൽ തെറ്റിദ്ധരിച്ച് പറഞ്ഞൊന്നും അറിയില്ല. പക്ഷേ ഷാഫി പറമ്പിൽ ആണ് മറുപടി പറയേണ്ടത് രാഹുൽ ചെയ്ത കുറ്റത്തിന് എന്നുള്ളതല്ല. പരാതി കൊടുത്തത് ഷാഫിക്കാണ്, ആ പരാതിക്ക് മറുപടി ഉണ്ടായില്ല എന്നാണ്. സരിൻ, അവസാനിപ്പിക്കുമ്പോൾ രാജിവെച്ചാൽ തീരുമോ? ആരൊക്കെ രാജിവെക്കും എന്നുള്ളത് താങ്കൾ പ്രഡിക്റ്റ് ചെയ്തു, അല്ല പ്രഡിക്ഷനല്ല, ആവശ്യമാണ്. അത് നടക്കുമോ? ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീകുമാരേട്ടൻ ഇവിടെ ആവർത്തിച്ച് പറയുന്നത് കോൺഗ്രസ് മുന്നോട്ട് വെക്കാൻ പോകുന്ന വലിയൊരു രാഷ്ട്രീയ മര്യാദയുടെയും മാതൃകയുടെയും ഒക്കെ എന്താ പറയുക, അത് അഭിമാനം കൊള്ളുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതേ ശ്രീകുമാരേട്ടൻ ഇതുവരെയും അഭിമാനം കൊണ്ടിരുന്നത് ഇതേ രാഹുലിൻ്റെ ചെയ്തികളെ പറ്റിയും കൂടിയാണ്. ഗതികേടിൻ്റെ പേരൊരിക്കലും മാതൃക എന്നല്ല. ഇനി വേറെ ഒരു വഴിയില്ലാതെ ആകുമ്പോൾ, ആ വഴി അടയുമ്പോൾ അതിന് നിർബന്ധിതമാകുന്ന സാഹചര്യത്തെ വരാൻ പോകുന്ന ഒരു സാഹചര്യമാക്കി ഞങ്ങൾ നാളെ മാതൃക കാട്ടാം എന്ന് പറയുന്നതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് മാതൃക കാട്ടിക്കൂടെ? ഇന്നലെ മാതൃക കാട്ടാമായിരുന്നില്ലേ? വർഷങ്ങളായി നിങ്ങളിലേക്ക് ഈ പരാതികൾ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം സഹപ്രവർത്തകരുടെ മാനാഭിമാനം വലിച്ചിഴക്കപ്പെടുമ്പോൾ സംഘടനാ പ്രവർത്തനം പോലും നിർത്തിപ്പോകേണ്ടി വരുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലെയും കോളേജിലെയും വിദ്യാർത്ഥിനികളുടെ മാനത്തിന് വിലയില്ലാതെ അന്ന് മാതൃക കാണിക്കാൻ പറ്റാത്ത നിങ്ങൾ എന്നോ വരാൻ പോകുന്ന ഒരു നീക്കത്തിന്റെ പേരിൽ ഇന്നേ ഊറ്റം കൊള്ളുന്നുവെങ്കിൽ ചുവരെഴുത്ത് വ്യക്തമാണ്. കോൺഗ്രസിന് എല്ലാം അറിയാമായിരുന്നു. പക്ഷെ അധികാരത്തിന്റെ വഴിയിൽ ഇലക്ഷൻ വരുന്ന വർഷത്തിൽ CPM-നെ സ്ഥാനത്തിറക്കണമെങ്കിൽ ഇതൊക്കെ അങ്ങ് മൂടി വെക്കാമെന്നുള്ള ആ മോഹമാണ് പൊലിഞ്ഞു പോകുന്നത്. ആ മൂടി വെക്കാൻ ശ്രമിക്കുന്നവരുടെ മുഴുവൻ കഥകളും പുറത്തിടുന്നത് കുറ്റമാണെന്ന് ശ്രീകുമാരേട്ടൻ വീണ്ടും പറയുമ്പോൾ ആ കുറ്റം അത് കുറ്റമല്ല, പകരം കൂട്ടുപ്രതികളെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വിചാരണ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഈ പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും സ്ത്രീകളെ കൊല്ലുമെന്ന് പറഞ്ഞ, ഗർഭചിത്രം നടത്താൻ വേണ്ടി പ്രേരിപ്പിച്ച, അതിനുമപ്പുറം എത്രയോ കുട്ടികളുടെ പഠിപ്പും സംഘടനാ ശേഷിയും ഇല്ലാതെയാക്കി മാറ്റിയ, പലരെയും ഇപ്പോഴും ട്രോമയിൽ നിർത്തിയിരിക്കുന്ന ഒരു MLA ഇന്നും കോൺഗ്രസിൻ്റെ MLA ആയി കേരളത്തിൽ തുടരുന്നു. ഈ രാത്രിയിലും അയാളെ രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്ന് കോൺഗ്രസ്സിന് പറയാൻ പറ്റിയിട്ടില്ല. ഇത് നാളെ എന്ത് സംഭവിക്കും, നാളെ രാജിവെച്ചാൽ അത് മാതൃക എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് വരുമ്പോൾ അത് സമ്മതിച്ചു കൊടുക്കാനാകുമോ? ഇതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ P. സരിൻ, N. ശ്രീകുമാർ, ഒപ്പം അഡ്വക്കേറ്റ് N. ലാൽകുമാർ, ഹണി ഭാസ്കരൻ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.